ആദ്യം നല്ല ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും ഒടുവിൽ ബാങ്ക് സ്ഥാപിക്കാനും പലിശ മേടിക്കാനുമുള്ള ശ്രമത്തിലാണ് ഐക്യസംഘക്കാർ എത്തിച്ചേർന്നത്. മൊയ്ത് മൗലവി വീണ്ടും പറയുന്നു, കേട്ടോളൂ. ബാങ്ക് സ്ഥാപിച്ചു, പലിശ ഏർപ്പാട് നടത്തുന്നത് മതദൃഷ്ട്യാ അനുവദനീയമാണോ എന്നു കണ്ടുപിടിക്കാൻ ജനാബ് KM മൗലവി തിരൂരങ്ങാടി മുതലായ ചില പണ്ഡിതന്മാരെ ഭരമേൽപ്പിച്ചു. അവര് റിസാലത്തും ഫിൽ ബങ്ക് എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധപ്പെടുത്തി. ആ ചെറുഗ്രന്ഥവും അതിനെ അനുകൂലിച്ച് സീതി സാഹിബ് തന്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന ഐക്യം പത്രത്തിൽ എഴുതിയ മുഖലേഖനങ്ങളും ബാങ്ക് സ്ഥാപന വേളയിലും മറ്റും ചെയ്ത പ്രസംഗങ്ങളും വലിയ ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും ഉണ്ടാക്കി തീർത്തു. മുജാഹിദ് ആദ്യമായി ഉണ്ടാക്കിയ സംഘടന കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം പലിശ വാങ്ങല്, എന്നിട്ട് പലിശ വാങ്ങിക്കൂട്ടല്, അത് ഹലാലാണെന്ന് പറഞ്ഞിട്ട് KM മൗലവി പ്രസിഡന്റിന്റെ വകയിൽ ബുക്ക്, എന്നിട്ട് കോലാഹലം. ഇതാണ് മുജാഹിദേ. ഈ കേരള മണ്ണിൽ നിങ്ങൾ ചെയ്ത സേവനം ബാങ്കിൽ നിന്ന് പലിശ വാങ്ങി കയ്യിലാക്കിയിട്ട് കീശയിലിടാനും വയറ് തടിപ്പിക്കാനും ചിന്തിച്ചിട്ട് മൗലവിമാരുണ്ടാക്കി സംഘടന നവോത്ഥാനമാണ് പോൽ. നിങ്ങൾ ചരിത്രം വ്യഭിചരിക്കുകയാണോ? മൗലവി മനസ്സിലാക്കിയത് ഇവിടെ വന്ന് എന്തും പറഞ്ഞങ്ങ് പോകാമെന്നാണോ? ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ശരിക്കും മനസ്സിലാക്കണം. ഇയാള് പറഞ്ഞല്ലോ, എന്ത്? കേരള ജംഇയ്യത്തുൽ ഉലമ, അതാ ഞങ്ങളെ സംഘടന. എന്നാൽ ആ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തിൽ നിങ്ങൾ ഇപ്പോഴുണ്ടോ? അതില്ല എന്നതിനാണ് ഇപ്പോൾ ആ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നത്. അതെന്താ സംഗതി എന്നറിയാമോ? നിങ്ങളെ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ കോപ്പിയാണ് കാണുന്നത്. എന്താണ് പുസ്തകം? അൽ വിലായത്തു വൽ കറാമ. ഈ പുസ്തകത്തിൽ പറഞ്ഞ, നിങ്ങളെ കേരള ജംഇയ്യത്തുൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറഞ്ഞ ആശയങ്ങളിൽ മൗലവിമാരെ ഇന്ന് നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഔലിയാക്കളെ കറാമത്തിനെ കുറിച്ച് KM മൗലവി തന്നെ എഴുതി വെച്ചതൊന്ന് വായിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? നിങ്ങളെ കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് ഹയാത്തിലുണ്ടോ? ഇല്ലേ? അതറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകം KM മൗലവി എഴുതിയതാണ്. കേട്ടോളൂ. وأما مجرد التصرف في شيء مخصوص بإذن الله تعالى فهو جائز وأنه لا يكون إلا للكمل من الأولياء أهل التمكين وليس ذلك إلا للقطب الغوث فهو يحيي الموتى بإذن الله تعالى ويقول للشيء كن فيكون بإذن الله تعالى وهذا هو عين مقام الخلافة المعبر عنه بقوله تعالى فبي يسمع وبي يبصروا. അറബിയിലായതുകൊണ്ട് സാധാരണക്കാർക്ക് അറിയൂലല്ലേ. എന്നാൽ അതിന്റെ അർത്ഥവും ഈ ബുക്കിൽ തന്നെയുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു, കേട്ടോളൂ. മുജാഹിദ് അംഗീകരിക്കുമോ എന്ന് നിങ്ങൾ തന്നെ സ്വന്തം ബുദ്ധിയിലൊന്ന് ചിന്തിക്കൂ. മൗലവിമാരെ കാണുമൊന്ന് ചോദിച്ചു നോക്കൂ, ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച ബുക്ക് എന്നാ വായിക്കുന്നത്, കേട്ടോ. ഇതിനെ അറിയുക, അറിയാത്തവരെല്ലാം അറിഞ്ഞോളെ. ഇതിനെ അറിയുക. എന്നാൽ അല്ലാഹു തആലയുടെ അനുവാദത്തോടു കൂടി ഒരു പ്രത്യേക കാര്യത്തിലുള്ള തസറുഫാകട്ടെ, തസറുഫ് എന്ന് വെച്ചാൽ കൈകാര്യം എന്നതിന്റെ വാക്കർത്ഥം, അത് ഉണ്ടാകാവുന്നതാണ്. അത് വിസാലിൽ സ്ഥിരതയും നിലവുറപ്പും ആകുന്ന തംകീൻ എന്ന മർത്തബക്കാരായ കാമിലീങ്ങളായ ഔലിയാക്കൾക്കേ ഉണ്ടാകുകയുള്ളൂ. അവിടെ പിന്നെ കുറച്ച് അറബി പറഞ്ഞല്ലോ. ഈ മൗലവിമാർക്ക് അന്ന് മലയാളം അറിയില്ല. ഈ KM മൗലവിക്ക് മലയാളം അറിയില്ല. മൗലവി ഇവിടെ വന്നിട്ട് പറയാ മലയാളവും ഇംഗ്ലീഷൊക്കെ ഞങ്ങളാ പഠിപ്പിച്ചത്. എന്നാ പിന്നെ KM മൗലവിക്ക് അവിടെ മലയാളം പറഞ്ഞുകൂടായിരുന്നോ? മൗലവിമാർക്കന്ന് മലയാളം അറിയില്ല. ഈ മൗലവിമാരെന്നിട്ട് ഇപ്പം പ്രസംഗിച്ചെടുക്കാം മുജാഹിദീങ്ങള് ഞങ്ങൾ വലിയ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറയും. ഞങ്ങളാണ് ഇവിടെ മുഴുവൻ പുരോഗതി ഉണ്ടാക്കി. നാദാവരെന്ന് പറഞ്ഞെന്തറിയോ? ക്രൈംബ്രാഞ്ച് എന്ന് പറയാന് സുന്നികളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. ഓ മൗലവി, അമേരിക്കയിൽ പോയിട്ട് ബ്രിട്ടനിൽ പോയിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മണിക്കൂറുകൾ പ്രസംഗിച്ച മൗലാന മുഹമ്മദ് അലി സുന്നിയായിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു,
നിങ്ങൾ എന്തേ പറയുന്നത് എന്ന് എന്ത് കേട്ടിട്ടാ പറയുന്നത്, എന്ത് പഠിച്ചിട്ടാ പറയുന്നത്? ഇവിടുന്ന് മൗലവി പറഞ്ഞൊരു കഥ കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ കേസറ്റ് കേട്ടപ്പോ മൗലവിന്റെ ഒരു അറിവ് കേട്. മൗലവി പറയാം, ഭർത്താവിന്റെ പേര് വിളിക്കുന്നത് പണ്ട് സുന്നികൾ അനുവദിക്കൂലായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞതാ, എന്നിട്ട് ഒരു സ്ത്രീന്റെ അടുത്ത് പോസ്റ്റ്മാൻ പോയിട്ട് ചോദിച്ചു, പൈസ വന്നപ്പോ നിങ്ങളെ ഭർത്താവിന്റെ പേരെന്താണ് അല്ലെ കത്ത് വന്നപ്പോ. അപ്പൊ ഇവക്ക് പേര് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ പേരെന്താന്നറിയോ? നൂറുദ്ദീൻ എന്നാ. അപ്പൊ ഈ പെണ്ണെന്ത് പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? 50 കൂട്ടണം 50 കൂട്ടണം ദീൻ എന്ന് പറഞ്ഞു പോലും. 100 ദീൻ 50 100 അങ്ങനെ 100 പറയാൻ പറ്റാത്ത 50 കൂട്ടണം 50 കൂട്ടണം ദീൻ എന്ന് പറഞ്ഞോളൂ. പാച്ചക്കള്ളം പറയുന്ന മൗലവി. ഏത് പെണ്ണാ പറഞ്ഞ? അതിന്റെ അഡ്രസ് ഒന്ന് പറ. ഈ മൗലവിന്റെ ഭാര്യന്റെ ഉമ്മയോ അല്ലെ ഉമ്മയോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മക്കറിയില്ല. ഞങ്ങളമ്മമാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ പേര് പറ. ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഒരു വിവരം ഇല്ലാത്തവർക്ക് 50 100 അറിയോ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി കൂടില്ലാതെ ഇപ്പോഴല്ലോ. 50 കൂട്ടണം 50 സമം 50 കൂട്ടണം ദീൻ എന്ന് പറയണമെങ്കിൽ ആദ്യം 50 100 പഠിക്കണ്ടേ? ഞാൻ പറയുന്നതിന്റെ എന്റെ വാദത്തിനെതിരാണെന്ന് പോലും മനസ്സിലാത്ത മൗലവിമാര്. എന്നാ പോകട്ടെ, ഇനി ഞാൻ ബാക്കി വായിക്കാം, കേട്ടോളി. എനിക്കിപ്പോ അതിന്റെ അർത്ഥം പറയാൻ കഴിയില്ല. ഇയാള് പറയാണ്, ആർക്കാണ് അത്തരം കൈകാര്യത്തിന് അല്ലാഹുവിന്റെ അധികാരം കൊടുക്കുക? കേട്ടോളി. അത് അൽ ഖുതുബുൽ ഗൗസ് എന്ന് സ്ഥാനപ്പേരുടയവരായ വലിയനല്ലാതെ മറ്റാർക്കുമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദത്തോടെ അദ്ദേഹം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചേക്കാം. എങ്ങനെ? അൽ ഖുതുബുൽ ഗൗസായ വലിയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദത്തോടെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചേക്കാം. ചത്തേ ജാഗത്തിന് ജീവനീടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ. മുഹീദ്ദീൻ മാല ചൊല്ലിയിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കാറില്ലേ മൗലവിമാരെ? നിങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ബുക്കിലാ പറയുന്ന ഔലിയാക്കൾ മരിച്ചവരെ ജീവിപ്പിച്ചേക്കാം. നിങ്ങളിപ്പോ ഈ ആശയത്തിലുണ്ടോ ഇല്ലേ? നിങ്ങളെ പണ്ഡിത സംഘടന ഇപ്പം ബാക്കിയുണ്ടോ ഇല്ലേ? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളെ സംഘടന പിളർന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നു? ഈ സാധനം തന്നെ ഇന്ന് ബാക്കിയുണ്ടോ? അതിന്റെ ആശയം ബാക്കിയുണ്ടോ? ഇനി ഇതിൽ എന്തെല്ലാം ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോ ഇവിടെ തീരുന്നു. അതിന് ശേഷം പിന്നെ ഖുദ്സിയായ ഹദീസിൽ എന്ന് പറഞ്ഞ പ്രാതിനിധ്യ സ്ഥാനം, ഈ സ്ഥാനം കിട്ടലാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ന് നിങ്ങളെ പണ്ഡിത സംഘടന ഇല്ല, അതിന്റെ ആശയവും ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിൽ തന്നെ ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മളെ മൗലവി, ഇവിടെ വന്ന മൗലവി, അയാൾ പറയുന്നുണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല. എന്നാ സഹോദരന്മാരെ, ഇതിന്റെ തുടക്കം തന്നെ അല്ലാഹുമ്മ അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് എന്നാണ്. അപ്പൊ സയ്യിദിന പറയാൻ പാടില്ല എന്ന് നിങ്ങൾ ഇപ്പം പറയുന്നു. നിങ്ങളെ കേരള ജമിയത്ത് പ്രസിദ്ധീകരിച്ച ബുക്കിൽ സയ്യിദിന കാണുകയും ചെയ്യുന്നു. മൗലവി, നിങ്ങളെ സംഘടന ഇപ്പം ബാക്കിയുണ്ടോ? ഇനിയും ഇതുപോലെ 1000 കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അയാൾ പറയുന്നത് കുൻ എന്ന്. ഔലിയാക്കൾ കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു സാധനം ഉണ്ടാകും. ആ നിലക്കുള്ള സ്ഥാനം വരെ ഔലിയാക്കൾക്കുണ്ടാകുമെന്ന് ഇതിൽ അദ്ദേഹം ശേഷം പറയുന്നുണ്ട്. കേട്ടോളൂ. ഈ വിവരണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അനുവാദത്തോടെ ഒരു വസ്തുവിനോട് ഉണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞേക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദം കൊണ്ടത് ഉണ്ടാകും. കേട്ടോ? എന്നൂടേകൽ ഉടയവൻ തന്റേകൽ ആകൂന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഇത് ശിർക്കാണെന്നല്ലേ മൗലവിമാരെ നിങ്ങൾ ഇതുവരെ പറഞ്ഞത്? ആകൂന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞാൽ ഉണ്ടാകും, കാരണം അത് അള്ളാഹിന്റെ അനുമതിയോടെയാണ് പറയുന്നത് എന്ന് ഞങ്ങൾ പറയുമ്പോ അത് ശിർക്കാണ്, അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന മൗലവിമാരെ, നിങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ഈ ബുക്കിൽ പറയുന്നു അള്ളാഹിന്റെ അനുമതിയോടെ ഔലിയാക്കൾ അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകും
ഈ ആശയത്തിൽ ഇന്ന് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ? വെറുതെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ നടന്നാ പോരാ. നിങ്ങൾ എന്താ മുജാഹിദ് എന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങളെ സംഘടനയുടെ ബുക്ക് തന്നെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടില്ല. വിവരമില്ലാതെ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ നടക്കണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് കേട്ടോളൂ. അടുത്തത് നമ്മളെ മൗലവിയും ഞാനും തമ്മിൽ നാദാപുരത്ത് ഖണ്ഡനം നടന്നല്ലോ. മൗലവി ഇപ്പൊ നാദാപുരത്ത് മെല്ലെ കൊല്ലം ജില്ലയിലേക്ക് കാലുമാറി. ഇല്ല ഇല്ല, ഞാൻ മൗലവിയെ ക്ഷണിക്കുന്നു വീണ്ടും നാദാപുരത്തേക്ക് ഞാൻ മൗലവിയെ വീണ്ടും ക്ഷണിക്കുന്നു. നിങ്ങൾ അങ്ങനെ കൊല്ലത്തൊന്നും കടന്നാൻ പറ്റൂല. അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് നിർത്തിയാൻ പറ്റുമോ? നിങ്ങൾ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് തന്നെ തുടരൂ. എന്നിട്ട് നമുക്കത് എവിടെ എത്തുന്നു കാണാമല്ലോ. ഇങ്ങനെ മറുകണ്ഠം ചാടിയാ പറ്റൂല. നിങ്ങൾ അവിടെ തന്നെ വാ. അവിടെ നിന്ന് നമുക്ക് പറയാം. മൗലവിയോട് ഞാൻ പറഞ്ഞു, നേരത്തെ നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ, മക്കയും മദീനയുമല്ലേ മുസ്ലിമീങ്ങളെ കേന്ദ്രം. ആ കേന്ദ്രത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കാലം മുതൽ 2 ബാങ്കാണ് ജുമുഅക്ക്. തറാവീഹ് 20 നടക്കുന്നത്. ആ മക്കയിൽ സഹോദരന്മാരെ ഏത് ഭാഷക്കാർ വന്നാലും ഭാഷ അറബിയിലാണ് ഖുതുബ. അങ്ങനെ എല്ലാ സംഗതികളും. ഇവിടെ മുജാഹിദിന്റെ പള്ളിയിൽ നോക്കുമ്പോ ഒറ്റ ബാങ്ക്. തിരിയുന്നത് എങ്ങോട്ട്? മക്കയിലേക്ക്. അവിടെ ബാങ്ക് എത്ര? മൗലവിമാര് ജുമസ്കരിക്കുമ്പോൾ തിരിയുന്നത് എങ്ങോട്ടാ? മക്കയിലേക്ക്. അവിടെ ബാങ്ക് എത്ര? അവിടെ ബാങ്ക് ജുമയ്ക്ക് 2. അതൊന്ന്. ഒരു ബാങ്കും കൊടുത്ത് പിന്നെ നിങ്ങൾ എന്തിനും മക്കയിലേക്ക് തിരിയണം? പുളിക്കലേക്ക് തിരിഞ്ഞൂടെ? അവിടെയല്ലേ ഒറ്റ ബാങ്ക് ഉള്ളത്? പുളിക്കലേക്ക് തിരിഞ്ഞാ പോരെ. ഞാനത് നാദാപുരത്തുനിന്ന് ചോദിച്ചു. ബുദ്ധിയുള്ളവരത് കേട്ടു. മൗലവിമാര് ചെയ്യുന്ന വിവരക്കേടുകൾ അവർ ചിന്തിച്ചു. ഇപ്പൊ മൗലവി വന്നിട്ട് പറയാണ്, ഈ പേരോട് മക്കത്തേക്കും മദീനത്തേക്കാ ചൂണ്ടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂണ്ടുന്നു. പിന്നെ ഞാൻ ഗുരുവായൂരിലേക്കാ ചൂണ്ടേണ്ടത് മൗലവി. കേട്ടോളി, മൗലവി പറയുന്നേട്ടോളി. അപ്പൊ സുഹൃത്തുക്കളെ, മക്കത്തേക്കും മദീനത്തേക്കും ഇങ്ങനെ ചൂണ്ടാൻ ഇവിടെ 2 ബാങ്കുണ്ട്. അവിടെ തറാവീഹ് 20. അവിടെ തറാവീഹ് എങ്ങനെയാണ്? അവിടെ ഭാഷ അറബിയാണ്. എന്നിങ്ങനെ പറയുമ്പോ ഓരോന്നും അങ്ങോട്ടും കൊണ്ട് ചൂണ്ട. എന്നാ പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ മക്കയും മദീനയൊക്കെ നിങ്ങൾക്ക് വലിയ തെളിവാന്നല്ല പറയണേ. മക്കത്തും മദീനത്തും ഉള്ളപ്പോ അങ്ങനെ ചൂണ്ടണം. ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ്. മൗലവി, ഞങ്ങൾ മക്കയുടെയും മദീനയുടെയും ആളുകൾ തന്നെ. മൗലവി കൃത്യമായി എന്ന് പറഞ്ഞോ കൃത്രിമമായിരിക്കും. മൗലവി ശരിക്ക് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞോ തട്ടിപ്പായിരിക്കും. അങ്ങനെയാണ്. ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓരോന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരും. നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടും. ബുദ്ധിയുള്ള ഏതാകും ബോധ്യപ്പെടും. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോളൂ. കളവ് പറയൽ മത്സരം. അതെന്തിന്? മൗലവിമാര് കേരളമൊട്ടാകെ പ്രസംഗിക്കാൻ പോകുമ്പോ, കേരളത്തിന്റെ പുറത്തും പോയിട്ട് പ്രസംഗിക്കുമ്പോ കളവ് പറയാൻ സമർത്ഥന്മാരാകണം. അങ്ങനെ സമർത്ഥന്മാരാകാൻ ആളുകളെ വളർത്തിയെടുക്കണം. അതിന് മുജാഹിദീങ്ങൾ 2 കൂടി ഒന്നായിട്ട് നടക്കുന്ന കാലത്ത് മേപ്പയ്യൂരിലെ സലഫി കേന്ദ്രത്തിൽ വെച്ച് കളവ് പറയൽ മത്സരം നടത്തി. അതിൽ ഒരു മൗലവി റാങ്ക് വാങ്ങി. റാങ്ക് വാങ്ങിയ മൗലവിക്ക് 6 റക്സോണ സോപ്പ് സമ്മാനം കൊടുത്തു. സഹോദരന്മാരെ, ആ സോപ്പ് കൊണ്ട് കഴുകിയാൽ ഇത് വൃത്തിയാകുമോ? മുസ്ലിം സമുദായത്തിന് നാണക്കേടല്ലേ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഇനി നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിക്കുന്നത്, ആ റക്സോണ സോപ്പും അതുപോലത്തെ സോപ്പും കയ്യിൽ പിടിച്ചിട്ട് റാങ്ക് വാങ്ങിയ മൗലവി ആ കാര്യം അയവിറക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ഇന്നും മുജാഹിദിന്റെ ഖതീബാണ് അയാള്. അബ്ദുറഹ്മാൻ മൗലവി എന്നാ പേര്. എന്റെ പേര് ഞാൻ എന്തു ചെയ്യാനാ? ആ മൗലവി ഈ സോപ്പ് സമ്മാനം കിട്ടിയവൻ കൈ പിടിച്ചിട്ട് അയാളെ സംഭവം പറയുന്നതാ കേൾപ്പിക്കുന്നത്. വെക്കുമോനെ. ഇല്ല, എന്തായാലും അന്ന് കിട്ടിയ ആ സമ്മാനവുമായി അദ്ദേഹം അത് അനുസ്മരിക്കുന്നത് നമുക്ക് ദർശിക്കാം. പേര് അബ്ദുറഹ്മാൻ, എടത്തനാട്ടുകരക്ക് അടുത്ത് മുറിയക്കണ്ണി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ജോലി ചെയ്തത്
സ്കൂൾ തെക്കൻകുറ്റൂർ സലഫി മസ്ജിദാണ്. താങ്കൾ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രോഗ്രാം, കലാപരിപാടികൾ? ഇത് പിന്നെ ഈ കളവ് പറയൽ മത്സരം ഏതാണ്ട് ഞാൻ ഈ MSM സമ്മേളനം ഉണ്ടായിരുന്നു, സംസ്ഥാന സമ്മേളനം ഉണ്ട് തൃശ്ശൂരിൽ വെച്ച്. അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ മുമ്പായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് ആണ് പോയിട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോഴത്തെ ഈ വിമത ഗ്രൂപ്പിൻ്റെ നേതാവ് AV അബ്ദുറഹ്മാൻ ഹാജിൻ്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്, ആരാലും അറിയപ്പെടാത്ത ഒരു പിന്നെ ഒരു മലമ്പ്രദേശത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് പോരെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ വീസിൻ്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി. അപ്പോൾ അതിനൊരു നന്നായി ബ്രെയിൻ വാഷ് സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ സംഘടിപ്പിച്ചത് ഇതിൻ്റെ പിന്നെ അസ്ഗർ അലി, അതുപോലെ തന്നെ PT വീരാൻകുട്ടി സുലമി, അതേപോലെ അലി പത്തനാപുരം, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതേ ഒരു കളവ് പറയൽ മത്സരം എന്നുള്ള നിലക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല, മറിച്ച് ഇതിൻ്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഒരു ഇനം കൂടി ഇത് കൂട്ടിച്ചേർത്തു. എന്നാലും ഒരു ഇനവും കളവ് പറയൽ മത്സരം എന്ന് തന്നെ പേരിൽ അതായത് ഇപ്പോൾ പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ ഈ കയറിൽ തൂങ്ങിയിട്ടുള്ളൊരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ പിന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങൾ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവർ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോൾ നബിൻ്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗൈഡ് തരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അപ്പോൾ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോൾ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് കിട്ടിയ സമ്മാനമാണിത്. ഇതിപ്പോൾ ഇത് ഇത്രയും കൊല്ലമായിട്ട് സൂക്ഷിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വേറെയും കുറേ സോപ്പും പെട്ടി ഉണ്ടായിരുന്നല്ലോ. ആ നിലയ്ക്ക് ഇപ്പോൾ ഞാനിവിടെ തെക്കൻകുറ്റൂർ മസ്ജിദിലേക്ക് വന്നപ്പോൾ, ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യ പല സാധനങ്ങളും ഓരോ ബാഗിലിട്ട് വന്നപ്പോൾ ഇതും കൂടെ കരുതി. അപ്പോൾ ഞാൻ ഈ സോപ്പും പെട്ടി അതുപോലെ തന്നെ കടയിൽ കയറി എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനം മേടിക്കുമ്പോൾ സോപ്പ് കാണുമ്പോൾ എനിക്ക് ആ മത്സരം ഓർമ്മ വരും. ഇപ്പോൾ റെക്സോണ സോപ്പ്, അതാണ് റെക്സോണ സോപ്പ് എനിക്കൊരു സമ്മാനം കിട്ടിയത്. അതേപോലെ തന്നെ ഈ സോപ്പും പെട്ടി. കൂട്ടത്തിലെന്ന് പറയട്ടെ, ഭാര്യക്കാരിട്ടായി ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഒരു കാര്യം എങ്ങനെ ഈ പെട്ടി ഇതിനു വേണ്ടി ഒരു ഉദാഹരണം. അത് അന്ന് വേറൊരു കാര്യം ഉണ്ടായത്, വളരെ രഹസ്യമായിരുന്നു ഇതിന്റെ സ്വഭാവം. ആരാലും ചോദിച്ചാലും ഇതിന്റെ രഹസ്യ സ്വഭാവങ്ങൾ ആർക്കും കൈമാറാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭാര്യ പോലും അറിഞ്ഞിരുന്നില്ല, എങ്ങനത്തെ പരിപാടിക്ക് പോവുകയാണെന്നും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ പോകാന്നല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെ അത് പരിപാടിക്കൊക്കെ പോവുകയാണെന്നുള്ള നിലയിലാണ് അവരൊക്കെ കരുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യനെ പോലും അറിയിച്ചിരുന്നതെന്ന് അർത്ഥം. നേതൃത്വം കൊടുത്ത ആൾക്കാരെ പറ്റി ചെറിയ ഇൻട്രഡക്ഷൻ ഇല്ല. ഇയാൾ പറയുന്നത് നിങ്ങൾ നേരത്തെ കേട്ടില്ലേ, അയാൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഇവിടെ വന്നാക്ക് പൂർണ്ണ ലൂസാണ്. മുജാഹിദീങ്ങളെ ഇരുത്തിയിട്ട് അയാൾ പറയാണ്, പേരോട് പറയുന്നത് മുജാഹിദീങ്ങൾക്കെല്ലാം ലൂസാണ്. പറഞ്ഞത് അയാള് ആരെ പറ്റി? എന്നെ പറ്റി. എന്നിട്ട് അയാൾ പറയാണ് നാദാവത്ത് മുജാഹിദീങ്ങളെ ഇരുത്തിയിട്ട് മുജാഹിദീങ്ങൾക്കെല്ലാം ലൂസാണ് എന്നാ പേരോട് പറഞ്ഞത്. അത് കേക്കട്ടെ. അദ്ദേഹം പറഞ്ഞു മുജാഹിദുകൾക്ക് മുഴുവൻ ലൂസാണ്. മുജാഹിദുകൾ മൊത്തത്തിൽ മുജാഹിദുകൾക്ക് ലൂസാണ്
മുജാഹിദുകൾ മൊത്തത്തിൽ എല്ലാം ആ നിലക്കുള്ള ഒരാളുകളാണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. സഹോദരന്മാരെ, അയാള് എനിക്ക് ലൂസാണെന്ന് പറയാം, എന്റെ അയാൾ പറയാം മുജാഹിദ് ഞങ്ങൾക്ക് ലൂസാണെന്ന് പേരോട് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് രണ്ടും നിങ്ങൾ എന്നെ കേട്ടില്ല, അയാൾ എന്നെ പറയുന്നത്. എനിക്ക് ലൂസാണ് എന്ന് മൗലവി നാദാപുരത്ത് പ്രസംഗിച്ചപ്പോ ഞാൻ എന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു ആർക്കാണ് ലൂസ്. അതിന് ഞാൻ ചൂണ്ടിക്കാണിച്ചു, മുമ്പൊരിക്കല് മുജാഹിദുകൾ ഒരു നോട്ടീസ് ഇറക്കി, 1 കോടി രൂപ ഇനാം. ആ 1 കോടി രൂപ ഇനാം എന്നതിന് ഞാനൊരു നോട്ടീസ് ഇറക്കി. ഞാനൊരു നോട്ടീസ് തൃശ്ശൂരിലുള്ള ഒരു കുട്ടിക്ക് എഴുതി കൊടുത്തു, 10 കോടി രൂപ ഇനാം. അപ്പോ 10 കോടി രൂപ ഇനാം, അത് വലിയ രസമുള്ള സംഗതിയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അത് കിട്ടിയപ്പോ ഇസ്ലാഹി മാസികയിൽ മുജാഹിദീങ്ങൾ ഒരു തട്ടിപ്പ് നടത്തി. അവരെന്ത് ചെയ്തു എന്നറിയോ? ഇസ്ലാഹി പബ്ലിക്കേഷൻസിന്റെ വകയില് എനിക്ക് ഒരു നോട്ടീസ് അവര് അയച്ചു. ആ അയച്ച നോട്ടീസാണിത്. ഇതിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവർക്ക് ഒരു കത്ത്. ഈ കത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. തുടക്കം തന്നെ 12/8/96 എടരിക്കോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ടുണ്ട്. സാധാരണ ബിസ്മിമോ തൂവിലത്തിൽ ബാവുന്ന് ബാ ഇങ്ങനെ നീട്ടിയിട്ട് എഴുതുക. ഇതിനെ നീളല്ല, പണ്ടിന്റെ മുറിയനാണല്ലോ, ബിസ്മിയും മുറിഞ്ഞ്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇതിന് അയച്ചൊരു മറുപടി ഉണ്ട്, ഒരു അബ്ദു തന്നെ ഒരു ചെറുപ്പക്കാരൻ. അന്ന മറുപടിയിൽ അസ്സലാമുവിന്റെ ലാമിന് നീളമില്ലാത്തതുകൊണ്ടാണ് ആദ്യം ഇങ്ങോട്ട് അയക്കുന്ന ബിസ്മിക്ക് നീളമില്ലാണ്ടായി പോയത്. പിന്നെ വരുന്ന മറുപടിക്ക് നീളമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് അയച്ച ബിസ്മിക്ക് നീളമില്ലാണ്ടായി പോയില്ല. അതിരിക്കട്ടെ, അതിലൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ലൂസ് ഏടിയാ ലൂസ് എന്ന് ആർക്കറിയാം. എന്നാൽ ഇതിൽ എനിക്ക് സലാം പറയുന്നുണ്ട്. എനിക്ക് എങ്ങനെയാ സലാം പറഞ്ഞതെന്നറിയോ? ഞങ്ങളെ പറ്റി സാധാരണ പറയും ഇവര് AP സുന്നികളാണ്. ശരിയാണ്, AP തന്നെ അള്ളാന്റെ പാർട്ടി. അങ്ങനെ അള്ളാന്റെ പാർട്ടിയുടെ സുന്നികളാണ്. കാന്തപുരം AP ഉഗ്രൂസിലാർ ഞങ്ങളുടെ നേതാവാണ്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനയിലെ എല്ലാ ആലിമീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിന് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, എന്നാ ഞങ്ങളെ കൊണ്ട് പറയും ഇവർ മുജാഹിദീങ്ങൾക്ക് സലാം പറയൂല, ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് സലാം പറയൂല. സുബ്ഹാനല്ലാഹ്, ഞങ്ങളാണോ അതിന്റെ ഉത്തരവാദികൾ? ചിന്തിക്കണം. ഞങ്ങൾ മുസ്ലിമാണ് എന്നവർ അംഗീകരിക്കാത്തതല്ലേ പ്രശ്നം? ഞങ്ങളെ സംബന്ധിച്ച് മുശ്രിക്കാണ് എന്ന് പറഞ്ഞതല്ലേ പ്രശ്നം? മുശ്രിക്കീങ്ങളെ സലാം മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ മുശ്രിക്കീങ്ങളെ സലാം നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ കംപ്ലൈന്റ് പറയലുണ്ടോ? എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൽ എനിക്ക് സലാം പറയുന്ന മുജാഹിദീങ്ങൾ എങ്ങനെയാ പറഞ്ഞു കേട്ടോ? അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ. എനിക്ക് പറഞ്ഞ സലാമാണ്. എനിക്ക് അങ്ങനെയാ സലാം പറയേണ്ടതെന്നാ പറയുന്നു. അപ്പൊ അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ എന്ന് മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എഴുതിയിരുന്ന സലാം ഈ സാധുവായ എനിക്കവർ എഴുതി. എന്റെ പേര് ഞങ്ങളാ സലാം പറയാത്തവർ എന്ന് പേര്. എന്നാ ഇരിക്കട്ടെ, ഇതെന്റെ കയ്യിലുണ്ട്, വെറുതെ പറയുകയല്ല. ഈ എഴുതിയ ഈ നോട്ടീസ് വന്നപ്പോ ഓഫീസിലുള്ള അബ്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി, അദ്ദേഹം ഇപ്പോഴുള്ളത് ഒമാനിലാണ്. അദ്ദേഹം ഒരു കത്ത്, ആ കത്തിനൊരു മറുപടി എഴുതി, രസമുള്ള മറുപടിയാണ്. അതൊക്കെ ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല, അതൊക്കെ നാദാപുരം CD കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ആ വിഷയത്തിലൊരു സംവാദം വന്നാൽ അപ്പൊ കാണിക്കാം. അയാൾ എന്താ എഴുതിയ ശരിക്കും മനസ്സിലാക്കണം. കുറ്റ്യാടി 5/9/96 സഹതാപത്തിന് അർഹരായവരെ എന്നാണ് ഹെഡിങ്. എന്നിട്ട് അതിൽ ഇയാൾ എഴുതാണ്, നിങ്ങൾ പേരോട് ഉസ്താദിന് എഴുതിയ കത്ത് കിട്ടി, മറുപടിക്ക് ഉസ്താദ് ആവശ്യമില്ലാത്തതിനാൽ ഓഫീസിൽ നിന്ന് അബ്ദുവാണ് എഴുതുന്നത്. മാറ്റിമറിക്കാതെ അക്ഷരം വിട്ടുപോകാതെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ സന്തോഷം, തിരിമറി നടത്തരുത് എന്ന് പറഞ്ഞാണ് അബ്ദുവിന്റെ കത്ത്. ഈ കത്തില് ഒന്നാമതായി തന്നെ എഴുതി എന്താണെന്നറിയോ? കത്തിൽ നിങ്ങൾ തെറ്റായ രൂപത്തിലാണ് ബിസ്മി എഴുതിയിട്ടുള്ളത്, അത് ശരിയാണെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. ഈ അബ്ദുവിന്റെ മറുപടിയാണ്. രണ്ടാമത്തെ മറുപടി 2, കത്തിൽ അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ എന്നാണ് സലാം എഴുതിയിട്ടുള്ളത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. മൂന്നാമത്തത്, നിങ്ങൾ കത്തിന്റെ ആദ്യത്തിൽ പ്രിയരെ എന്ന് എഴുതി കണ്ടു, ഇത് കാപട്യമാണ്. നിങ്ങൾക്ക് ഒരു പ്രിയവും പേരോട് ഉസ്താദിനോട് ഇല്ലെന്നത് വെളിവുള്ളവർക്കറിയാം. പ്രിയമുണ്ടെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. ഇങ്ങനെയാണ് മറുപടിയുടെ കോലം. ഓരോന്നിനും 10 കോടിയാണ്.
അങ്ങനെ അവസാനം അബ്ദു എഴുതി. അവസാനം എഴുതി എന്താണെന്നറിയോ? അങ്ങനെ 10 കോടിയാണ് പ്രഖ്യാപിച്ചത് അബ്ദു. അവസാനം അബ്ദു എഴുതി, ഈ തെളിവുകൾ കാണിച്ച് ഇനാം വാങ്ങുന്നവർക്ക് ഒരു മാരുതി കാറും ഇനാം. ഈ മറുപടി എഴുതിയ അബ്ദു നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കത്ത് കാണിക്കും. മുജാഹിദുകൾ ജാഗ്രത, അറബിയും മലയാളവും അറിയാത്തവർ കടന്നു വരിക, ഇനാം നേടിയെടുക്കാൻ തീവ്ര ശ്രമം ആരംഭിക്കുക, തീരെ തെളിവ് കിട്ടുന്നില്ലെങ്കിൽ ഉടൻ കലക്ഷൻ നടത്തി ചികിത്സ ആരംഭിക്കുക. അള്ളാഹു സുഖപ്പെടുത്തട്ടെ. സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സാധാരണവും അബ്ദു ഒപ്പ്. അങ്ങനെ അബ്ദു ശരിക്കും ഒപ്പ് ഇട്ടിട്ട് അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്ത അബ്ദു വെറുതെ അയച്ചല്ല, അതിന് അഡ്രസ് എഴുതി. ആ അഡ്രസ് എഴുതിയിട്ട് കവറിലിട്ട് കത്തയച്ചു കൊടുത്തു. ശേഷം നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവരൊരു മറുപടി എഴുതി ഇങ്ങോട്ട് അബ്ദുവിന്. അബ്ദു എന്താ പറഞ്ഞത്? ഇത് തിരിമറി നടത്താതെ പ്രസിദ്ധീകരിക്കണമെന്നാണല്ലോ. ഇത് പ്രസിദ്ധീകരിച്ചാൽ മുജാഹിദിന് അഡ്രസ് ഉണ്ടാവോ? അപ്പൊ മുജാഹിദീങ്ങൾ അതിന് മറുപടി എഴുതിയത് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ലെറ്റർ ഹെഡിന്റെ തലാങ് മുറിച്ചു കളഞ്ഞു. തലമുറിഞ്ഞ ലെറ്റർ ഹെഡ്. എന്നിട്ട് അതിൽ എഴുതി, അതില് കേട്ടോളി, സ്നേഹപൂർവ്വം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പേര് വെച്ച് അടിച്ചിറക്കിയ നോട്ടീസിൽ പേരോടിന് അയച്ചു കൊടുത്ത മറുപടിക്ക് പ്രതികരണം എന്നോണം താങ്കൾ അയച്ച കത്ത് ഇന്നിവിടെ കിട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. അവസാനം പറയുന്നത്, ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ പറയുന്നത് കേട്ടോളി. അവസാനം പറയാൻ, താങ്കൾ അയച്ച തന്ന കത്ത് പ്രസിദ്ധീകരിക്കാൻ പ്രയാസമുണ്ട്. പകരം സെപ്റ്റംബറിലക്കം അൽ-ഇസ്ലാഹിലെ പ്രസ്തുത പങ്ക്തിക്ക് മറുപടി ആധികാരികത ഓഫീസിൽ നിന്നെങ്കിൽ സീലോ ലെറ്റർ പേഡോ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമെങ്കിൽ പൂർണ്ണ വിലാസവും ഒപ്പും കാണിച്ചുകൊണ്ട് യോടെ 10 ദിവസത്തിനുള്ളിൽ 29/9/96 ഓഫീസിൽ കിട്ടത്തക്ക വിധം അയച്ചു തന്നാൽ ഒക്ടോബർ ലക്കത്തിലും വൈകിയാൽ മറ്റേതെങ്കിലും ലക്കത്തിലും പ്രസിദ്ധീകരിക്കാവുന്നതാണ്. സ്നേഹപൂർവ്വം എന്ന് കത്തയച്ചു. അപ്പൊ ഇവർക്ക് എന്താ ആവശ്യം? വ്യക്തിപരമാണെങ്കിൽ ഒപ്പ് വേണം. ഒപ്പിതിരില്ലേ? അവസാനം ഒപ്പിട്ടിട്ടാ കൊടുത്ത്. പിന്നെന്താ വേണ്ടത്? മേൽവിലാസം അയച്ചു കൊടുക്കണോന്ന് എന്താ ചെയ്തത്? മേൽവിലാസത്തിൽ ഇങ്ങോട്ട് കത്തയക്കുക ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച്, മേൽവിലാസത്തിൽ കത്തയക്കാണെന്ത്? നിങ്ങൾ ഒപ്പും വേണം, മേൽവിലാസവും വേണം. മേൽവിലാസത്തിലായി കത്ത് ഇങ്ങോട്ട് അയക്കുന്നത്. ഇതൊരു ലൂസ് ഇല്ലാണ്ട് പണിയെടുക്കോ? ഇത് ഞാൻ നാദാവൃത്തി ചോദിച്ചു. അതിന് മൗലവിക്ക് മറുപടി പറയാൻ കഴിയാതെ കുടുങ്ങിയപ്പോ മൗലവി ചെയ്ത പണി എന്താ പറയുക? നിങ്ങള് മൗലവി ആൾക്കാരെ മുന്നിൽ ഇരുത്തിയിട്ട് എന്റെ പ്രസംഗം കേൾപ്പിക്കാൻ. ആ പ്രസംഗത്തിൽ ഞാൻ പറയുന്നത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണോന്ന് ഇവര് പറഞ്ഞു. എന്റെ മൗലവി ഉടനെ പറയാണ്, കണ്ടോ ഇയാൾ പച്ചക്കള്ളം പറയുന്നത്, കത്തയക്കാനുള്ള അഡ്രസ് അയച്ചു തരണോ എന്ന് പറഞ്ഞു കള്ളത്തരം പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അയാൾ വേഗം മറിച്ചിട്ട് പറയാണ്, കത്തയക്കാനുള്ള അഡ്രസ് അയച്ചു തരണോന്ന് മുജാഹിദീങ്ങൾ അൽ-ഇസ്ലാഹിന്ന് അയച്ചു എന്നാണ് പേരോട് പച്ചക്കള്ളം പറയുന്നു. അയാൾ എന്നെ കേൾപ്പിച്ചതിലുള്ള എന്താ? പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണോന്ന് പറഞ്ഞു എന്നാ. ഇത് മൂന്നും നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. ഞാൻ എല്ലാം നിങ്ങൾ കേൾപ്പിക്കാൻ പോവാൻ. മൗലൈമാര് മുജാഹിദീങ്ങളെ മുന്നിൽ ഇരുത്തിയിട്ട് വാചകം കേൾപ്പിച്ചിട്ട് അതേ സമയത്ത് തന്നെ മാറ്റി പറഞ്ഞ് തിരിമറി നടത്തുന്നത് കാണിച്ചു തരാൻ വേണ്ടി. ഇനി ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം, കേട്ടോളൂ. ഒന്നാമതായി നിങ്ങൾ കാണാൻ പോകുന്നത് മുജാഹിദിന്റെ മൗലവി എന്നെ സംബന്ധിച്ച് പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യമായി ഞാൻ നിങ്ങളെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചു പറഞ്ഞിട്ടുള്ള ആരോപണവും എനിക്കതിന് പറയാനുള്ള നിജസ്ഥിതിയുമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങോട്ട് അഡ്രസ് കത്തയക്കാണ്, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലാവും. ലൂസ് മനസ്സിലാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതായത് മാനേജർ ഇസ്ലാം പബ്ലിക്കേഷൻസ് എടരിക്കോട് അവരയക്കാണ് ടു അബ്ദു കെ SHEC കുറ്റിയാടി 6735 കാലിക്കറ്റ് ഡിസ്ട്രിക്ട്. ഈ അഡ്രസ്സിൽ അയക്കാണ്. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ സമസ്തയിലുള്ള കന്യക്ക് ഉസ്താദും EK ഉസ്താദും കുത്തുബിത്തങ്ങളും ഒക്കെ മാനസിക രോഗിയാണ്. പിന്നെ പേരോട് പൂർണ്ണ ലൂസ്. ഈ മുജാഹിദ് മൗലവിമാരോ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഞാൻ പറയൂലേ എന്താണ്? അപ്പൊ അഡ്രസ് കത്തയക്കാണ്, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? എന്താ സാധനവും നിങ്ങൾ തീരുമാനിച്ചോളാം. ആർക്കാ ലൂസ് നിങ്ങൾ ആലോചിച്ചോളാം. കണ്ടോ? പച്ച കള്ളം പറഞ്ഞുകൊണ്ടോ?
ശ്രദ്ധിച്ചില്ല നിങ്ങൾ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കത്തെഴുതി. ഇതിനാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ടോ? കേട്ടോളി. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ? പച്ച കള്ളം പറഞ്ഞുകൊണ്ടോ? ശ്രദ്ധിച്ചില്ല നിങ്ങൾ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കത്തെഴുതി. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന്, അങ്ങനെ ആ കത്തിലുണ്ടോ? കണ്ടോ നിങ്ങൾ കളവിന്റെ കോലം? അപ്പോ ഞാൻ പറഞ്ഞത് എന്താണ്, വായിച്ചത് എന്താ? നിങ്ങളൊക്കെ ആവർത്തിച്ച് കേട്ടില്ലേ? പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണോ എന്ന് പറഞ്ഞു. അതിന് അയാൾ എന്ത് ചെയ്തു? അത് എന്റെ പ്രസംഗം കേൾപ്പിച്ചിട്ട് മുജാഹിദീങ്ങളെ തന്നെ വഞ്ചിക്കാണ്. സാഹസുള്ള മുജാഹിദീങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായത്. അവരോട് കണ്ടോ ഇയാള് പച്ചക്കള്ളം പറഞ്ഞത്? ഇങ്ങോട്ട് കത്തയക്കണമെങ്കിൽ അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തിലുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു പ്രസിദ്ധീകരിക്കണമെങ്കിൽ കത്തയക്കണോ എന്ന് പറഞ്ഞു. എന്നിട്ട് പച്ചക്കള്ള അതും പറഞ്ഞിട്ട് അയാൾ കളവ് പറയൻ. ഇതാണ് കളവ് പറയൽ മത്സരത്തിലൂടെ നേടുന്ന സ്ഥാനം. നിങ്ങൾ മനസ്സിലായി? കളവ് എന്ന് പറഞ്ഞ പച്ചയായ കളവ്, യാതൊന്നുമില്ല. ഞാൻ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ നിങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈ മൗലവിമാരെ സംബന്ധിച്ച് പറയുന്നു, സയകൂനു ഫീ ആഖിരി സമാനി, ആഖിർ സമാനിൽ അവസാന നാളിൽ വരുന്നതാണ് ദജ്ജാലൂന, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി കബളിപ്പിക്കുന്ന ഒരു വിഭാഗം, കദ്ദാബുന, പച്ചക്കള്ളം ധാരാളം പറയുന്ന ഒരു വിഭാഗം. അവരുടെ ലക്ഷണം എന്താണ്? യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഊ അൻതും വലാ അബാഉകും. അവര് നിങ്ങളെടുക്കൽ ചില വർത്തമാനങ്ങളും കൊണ്ടുവരും. ആ വർത്തമാനങ്ങൾ നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളായിരിക്കും. നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടിട്ടുണ്ടോ പെണ്ണിനെ പള്ളി കൊണ്ടുപോകണമെന്ന്? നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടിട്ടുണ്ടോ ജുമഅന്റെ ബാങ്ക് 2 പറ്റില്ല എന്ന്? നിങ്ങളെ ഉപ്പാപ്പമാര് കേട്ടിട്ടുണ്ടോ തറാവി 20 പാടില്ല എന്ന്? അങ്ങനെ നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്തതും പറഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ലാ യുദില്ലൂനകും വലാ യഫ്തിറൂനകും, അവര് നിങ്ങളെ പിഴപ്പിച്ച് കളയരുത് കേട്ടോ, ഫിത്നയാക്കി കളയരുത് കേട്ടോ. പച്ച കള്ളം പറയുന്ന ദജ്ജാലുകൾ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസും ഈ മൗലവി കബളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നതാണ്, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മയായി എന്ന് പറഞ്ഞത് എന്തൊരു നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ ഇത്തരത്തിലുള്ള മൗലവിമാരെ ഷർറിൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി എന്തൊരു വിവരണമാണ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് റഹ്മത്തുൽ ലിൽ ആലമീൻ തന്നെ. നമ്മുടെ വിജയം ആശിച്ച നേതാവ് തന്നെ. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കിയോ? മുമ്പൊരു ബ്രോക്കർ പെണ്ണെട്ടിക്കുന്ന ഒരു ബ്രോക്കർ. അപ്പോ ഒരു ഉദാഹരണം പറയാണ്. സംഭവം നടന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരാളിൽ നിന്ന് കേട്ടതാ. ഒരു പെണ്ണെട്ടിക്കുന്ന ബ്രോക്കർ, ഒരു ഉദാഹരണമാണ്, അതുകൊണ്ട് അത് എവിടെയാന്ന് അഡ്രസ് ഒന്നും ചോദിക്കണ്ട. ഒരു ബ്രോക്കർ ഒരു പെണ്ണിന് പുതിയാപ്പിളിനെ കാണിച്ചു കൊടുക്കുകയാണ്. കുറേ ബഹുമാനം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്തായിരുന്നാലും നിൽക്കുമെന്ന് അറിയില്ല, നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, നടന്ന് കിട്ടിയാ രക്ഷപ്പെട്ട തന്നെയാണ്. അപ്പൊ ഈ മകളെ ഈ പെണ്ണിന്റെ വാപ്പക്ക് തോന്നി, അത്ര വലിയതാണെങ്കിൽ വേറെ ആരും കൊണ്ടുപോണ്ട, ഞാൻ തന്നെ പെട്ടെന്ന് അന്വേഷണം നടത്താൻ വിചാരിച്ച് അന്വേഷിച്ച് പരിപാടിയൊക്കെ ശരിയായി, നിക്കാഹ് കഴിഞ്ഞ്
പുതിയാപ്പിള വരുമ്പോണ്ട് വീൽ ചെയർമേൽ ഇങ്ങനെ വരുന്നു. അപ്പൊ ബ്രോക്കറെ വിളിച്ചു ചോദിച്ചു, എന്താണ്? ഞാൻ അന്നേ പറഞ്ഞില്ലേ നടക്കുമെന്നറിയില്ല, നടന്ന് കിട്ടിയെങ്കിലും നല്ല പരിപാടിയാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ നടന്ന് കിട്ടിയ നല്ല പരിപാടിയാണ്, നിൽക്കുമെന്നറിയില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. എന്തോ പറയാൻ പറ്റുമോ? ഇയാൾ രണ്ടും പറഞ്ഞു തന്നെയല്ലേ. ഈ മാതിരി മൗലവി ചെയ്ത തന്ത്രം കണ്ടോ നിങ്ങൾ? അതിന്റെ ഇടയ്ക്ക് ഇയാൾ പറഞ്ഞു ആദ്യം തന്നെ ഞാനൊരു ഫസാദാ പറയുന്നത്. ഇതാണ് സുഹൃത്തുക്കൾ, ഒരു ദീനിന്റെ വിഷയമൊന്നുമല്ല ആദ്യം തന്നെ തുടങ്ങുന്നത്. നിങ്ങൾ ക്ഷമിക്കുക, ഇത് ആദ്യമേ ഒരു ഫസാദായിട്ട് പറഞ്ഞതാ. ആദ്യം തന്നെ ഒരു ഫസാദാ പറയുന്നത്, ക്ഷമിക്കണോ? അപ്പൊ ഏക എന്ത് ചെയ്യാ? ഇത് പിടിച്ചാ പറയാം, ഞാൻ അന്നേ പറഞ്ഞല്ലോ ഞാൻ ഒരു ഫസാദാ പറയുന്നത്, നിങ്ങൾ ഇതിനാ വിശ്വസിച്ച് ചോദിച്ചൂടെ? അതിനാണ് നേരത്തെ ഫസാദാ പറയുന്നതെന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചത്. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാള് പറയുന്നത് കുറ്റ്യാടിയില് ഒരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രമുണ്ട്. സിറാജുൽ ഹുദയെ പറ്റി പറഞ്ഞതാ. അത് ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം എന്നാ അയാൾ വിളിച്ചത്. പറയുന്നത് കേൾക്കാം. എന്താ കാരണോ? മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കാരും കൂടിയിട്ട് നേർച്ച കുഞ്ഞമ്പത് മുസ്ലിയാരും നേർന്ന ഖാദിയാര് ഖുത്ബോദാൻ വേണ്ടി മിമ്പർ മക്കാറാൻ കാത്തുക്കാണ്. അപ്പൊ മൊയ്തി മുസ്ലിയാറിന്റെ മുക്കരി മഹാസറ വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിർത്തടാ മഹാസറ, കൊടുക്കടാ ബാങ്ക് എന്നിട്ട് മറ്റു മൊയ്ലിയാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു എത്തിയിട്ട് ബാങ്ക് കൊടുക്കാൻ പറയും. എന്നിട്ടോ ജമാഅത്ത് ഇസ്ലാമിന്റെ മുഹമ്മദ് റിയാജി എന്ന് പറഞ്ഞ നേതാവ് മിമ്പർ മക്കാരിട്ട് മലയാളത്തിൽ പ്രസംഗം തുടങ്ങി. ഖാദിയാര് നോക്കി നിന്ന സ്ഥലത്ത് ഇങ്ങനെ പള്ളി പിടിച്ചെടുത്ത ഭീകര പ്രവർത്തനം നടത്തിയ സ്ഥലമാണ് കുറ്റ്യാടി. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൊയ്ദ് മൗലവി കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ധരണി ഈ പുസ്തകത്തിലുണ്ട്. ഇത് സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ എന്ന പുസ്തകമാണ്. സഹോദരന്മാരെ, ഇത് സിറാജുൽ ഹുദയിൽ തന്നെ പഠിച്ച ഒരു സഖാഫി ഇറക്കിയതാണ്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം സാധുവായ ഞാൻ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കുറ്റ്യാടിയും പരിസരവും കയ്യിലൊതുക്കിയിട്ട് 10-11 മഹലിൽ അറബിയിലുള്ള ഖുത്ബയില്ല, 20 റക്അത്ത് തറാവീഹില്ല, നിസ്കാരത്തിന്റെ ഫർദ് 14 പഠിപ്പിക്കലില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവറുകളും താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ അവറുകളും അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെയൊക്കെ ഉപദേശവും പൊരുത്തവും വാങ്ങിയിട്ട് കുറ്റ്യാടി പോയിട്ട് ഓലശെട്ടി കെട്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാ, അതിന്റെ കീഴിൽ 25 മദ്രസ ഉണ്ടാക്കി, അതിന്റെ പേരിൽ 40ഓളം പള്ളി ഉണ്ടാക്കി, അതിന്റെ പേരിൽ ഇപ്പോൾ 7 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. അതിന്റെ കീഴിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനമുണ്ട്. അതിന്റെ കീഴിൽ ശരീഅത്ത് കോളേജ് ഉണ്ട്. ശരീഅത്ത് കോളേജിൽ നിന്ന് പഠിച്ചു വളർന്ന് പിന്നീട് സഖാഫി ബിരുദമെടുത്ത് ഇപ്പോൾ മുജാഹിദീങ്ങൾക്ക് വേണ്ടി വന്നാൽ മറുപടി പറയാൻ പറഞ്ഞേച്ചു കൊടുക്കാൻ അൽഹംദുലില്ലാ എന്റെ കൂടെ മീസാൻ മുതൽ ഓതി പഠിച്ച ധാരാളം മുതഅല്ലിമീങ്ങൾ സഖാഫികളുണ്ട്. അള്ളാഹു അവർക്കും ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ സ്ഥാപനം ദഅവാ കോളേജ് ഉണ്ട്. ഇപ്പൊ 31 കുട്ടികൾ +2 പരീക്ഷയ്ക്ക് എഴുതി തലയെ കെട്ടും തൊപ്പിയും നീളം ഇതുപോലത്തെ കുപ്പായൊക്കെ ഇട്ടിട്ട് എന്നെ എഴുതിയത്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആ സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തെ പരിഹസിക്കുന്നതിന് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് സിറാജുൽ ഹുദ പരിചയപ്പെടാൻ നിങ്ങളൊന്ന് വാങ്ങി വായിച്ചോളൂ. സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ. ഇതില് മുമ്പ് സിറാജുൽ ഹുദയെ പറ്റി ഇറക്കിയ പുസ്തകത്തിൽ 50ഓളം കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭയങ്കര അത്ഭുതം, നേർച്ച ചെയ്തവർക്ക് കിട്ടിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. ഇതിൽ പുതിയ 50ഓളം കത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതല്ല, ആദ്യത്തെ അല്ല, ഇതിൽ പുതിയ അത്ഭുതങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത പലർക്കും മക്കളുണ്ടായി. അതായി ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ആലപ്പുഴയിലുണ്ട് ഒരാള് 15 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു, സൗദി അറേബ്യയില. ഈ എന്നോട് ദിക്ർ എഴുതി വാങ്ങിയിരുന്നു. സിറാജുൽ ഹുദയിൽ എല്ലാ കൊല്ലവും നോമ്പ് തുറയും അത്താഴവും അയാളെ വകയില്ല. സൗദി അറേബ്യയിൽ ബിസിനസ്സാണ് അയാൾക്ക്. ഇപ്പൊ അയാൾക്ക് കുട്ടിയുണ്ടായിട്ട് എന്നോട് ഉസ്താദെ, ഞാൻ കുട്ടിക്ക് പേര് വിളിച്ച് അബ്ദുറഹ്മാനാണ്. അള്ളാഹു തആല ബർക്കത്തുള്ള കുട്ടിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് അപ്പൊ പരിഹസിക്കാണ് മൗലവി. എന്നിട്ട് മൗലവി പറയാണ്, ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രത്തിൽ നിന്ന് ഈ ഇസ്ലാഹി മാസികയിലേക്ക് ഒരു കത്തെഴുതി. ആ കത്തെഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. പച്ചക്കള്ളാണ്, അതിൽ ബിസ്മില്ല. അത് നിങ്ങൾക്ക് ഞാൻ കൽപ്പിച്ചു തരാം. ഇയാൾ ഇങ്ങനെ പറയുന്നതാണ്, കളവിങ്ങനെ പറയുന്നതാണ്. ഒന്ന് വെച്ചോളൂ. ഈ കുറ്റ്യാടിയിൽ ഒരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രമുണ്ട്. ആ കറാമത്ത് കേന്ദ്രത്തിലെ ഒരാള് അതിനൊരു മറുപടി എഴുതി. ആ മറുപടിയിൽ അയാൾ എന്താണ് എഴുതിയത്? അൽ ഇസ്ലാഹ് ഓഫീസിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് എല്ലാ രൂപത്തിലും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി ഇതാ എന്നും പറഞ്ഞു ഒരു കത്തെഴുതി.
അങ്ങനെ ഒരു വാചകം തന്നെ അതിലില്ല, ബിസ്മിയില്ല. നോക്കിക്കോളി, ഞാൻ നേരത്തെ വായിച്ചില്ല, സഹദായപത്തിന് അർഹരായവരെ എന്നാ തുടക്കം, അതിലെവിടെ ബിസ്മി? മൗലവി പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ. അയാൾ പറഞ്ഞ ഒറ്റ വാചകം അതിലില്ല. ആ എഴുതിയ എഴുത്തിലും അങ്ങനത്തെ ഒറ്റ വാചകമില്ല. തീർത്തൊന്ന് വെച്ചാളവനെ. ഇനി മൗലവി പറയാൻ നിങ്ങളെ കേൾപ്പിക്കും, ഒപ്പിട്ടിട്ടില്ല എന്ന് ഒപ്പും കാണിച്ചു തരാം. തീർത്തും വെച്ചാളാ. ഒപ്പാണ് കാണുന്നത്, അബ്ദു ഒപ്പ്. ഇനി അയാൾ പറഞ്ഞു കേൾക്കാം, അവസാനല്ലേ ഒപ്പിടുക, കവർമലായി ഒപ്പിള്ള്. അതും ഞാൻ കേൾപ്പിച്ചു തരാം. കളവല്ലാതെ നാവെടുത്തോ പറയില്ല മൗലവിമാര്. അത് കാണിച്ചില്ലേ? ഇനി ഒന്ന് മൗലവി പറയുന്ന കേൾപ്പിക്ക്, കവർമല ഒപ്പിടുകയെന്ന് ചോദിച്ച്. പേരും മേൽവിലാസവും ഒപ്പും. മേൽവിലാസമായി കണ്ടത് കവർമല, ഒപ്പിട കവർമല. നിങ്ങൾക്കൊരു ആധികാരികമായ ഒരു ഡോക്യുമെന്റ് ഒരാൾ അയച്ചു തന്നാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് അപേക്ഷ അയക്കുമ്പോ, നിങ്ങൾക്കൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കത്തയക്കുമ്പോ, വ്യക്തിപരമായ നിങ്ങളുടെ ആ കത്തിൽ നിങ്ങൾ പേരും ഒപ്പും ഇടുക എവിടെയാണ്? കവർമലാണോ സുഹൃത്തുക്കളെ ഇടുക? നിങ്ങൾ മനസ്സിലാക്കണം. ആ കത്തിന്റെ അവസാനത്തിലാണ് വ്യക്തിപരമാണെങ്കിൽ പേരും ഒപ്പും രേഖപ്പെടുത്തുക. അവസാനത്തിലല്ലേ? നിങ്ങളൊന്ന് നോക്കി മൗലവിന്റെ സ്വഭാവം. കത്തിന്റെ അവസാനത്തെ സ്നേഹം എന്താണ്? സഹതാപപൂർവം അബ്ദു ഒപ്പ്, കവർമല. ഇയാള് മുജാഹിദീങ്ങൾ തന്നെ പറ്റിക്കാണേ സുഹൃത്തുക്കളെ. എന്ത് സുഹൃത്തുക്കളെ? നാവ് പൊക്കിയോ കളവല്ലാതെ പറയൂല. അഡ്രസ് അതാ അഡ്രസ്. ഞാൻ അവിടെ തന്നെ കേൾപ്പിച്ച് ആ വാചകടക്കം കേൾപ്പിക്കുന്നു. അഡ്രസ് ആയി തന്നെ ഇല്ലേ കേട്ടോ? നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ലൂസ് മനസ്സിലാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതായത് മാനേജർ ഇസ്ലാം പബ്ലിക്കേഷൻസ് എടരിക്കോട് അവരയക്കാണ് ടു അബ്ദു കെ SHEC കുറ്റിയാടി 6735 കാലിക്കറ്റ് ഡിസ്ട്രിക്ട്. ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലവി നീട്ടി പഠിച്ച് മുജാഹിദാശയാ പറയാ. അപ്പൊ സുന്നികളെ എങ്ങനെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇയാൾ എന്തൊരു ഭാഗ്യത്തിനാ നാദാപുരത്ത് വീണത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇയാളുടെ എല്ലാ ഉള്ളു കള്ളിയും ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്ന് തൊലിയിരിച്ചിട്ടല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അടങ്ങിയിരിക്കുന്ന പ്രശ്നമേ ഇല്ല. പച്ചക്കള്ളം കൊണ്ട് ദീന നശിപ്പിക്കുന്ന ഒരു മൗലവി കളവല്ലാതെ നാവെടുത്തോ പറയില്ല. ഓരോന്നോരോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന എന്താ അറിയോ? ഇയാള് തന്നെ പറയുന്ന ഇങ്ങനെ കളവ് പറയുന്നവന്റെ അവസ്ഥ എന്താണ് മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അർബഉൻ മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖുൻ ഖാലിസുൻ. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ കൃത്യമായി മുനാഫിഖ് തന്നെ. 4 ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ തന്നെയും അവനിൽ നിഫാഖുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ 4 കാര്യങ്ങളും മിണ്ടുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂല്. ഇദ തുമിന ഖാന, അവൻ വിശ്വസിച്ചാൽ വഞ്ചിക്കും. വഇദാ ഹദ്ദസ കദബ, സംസാരിച്ചോ കള്ളം പറയും. വഇദാ ആഹദ ഗദറ, വാഗ്ദത്തം കരാർ ചെയ്തോ അവൻ വഞ്ചന നടത്തും. വഇദാ ഖാസമ ഫജറ, പിണങ്ങിയോ തമ്മിൽ തെറ്റിയോ അവൻ തെറി പറയും. ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ എന്നെ സ്വന്തം ചിന്തിച്ചാ മതി. ആ കളവ് നടത്തുന്നവന്റെ നാവ് നാളെ പരലോകത്തിലെത്തില്ലേ? അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര പച്ച മലയാളത്തിൽ നടന്നൊരു പ്രസംഗത്തെ കക്കുന്നവന് അറബിയിലുള്ള കിതാബിൽ എത്ര തട്ടിപ്പ് നടത്താം, എത്ര കളവ് നടത്താം, എത്ര തോന്യാസം നടത്താം, എത്ര വെട്ടിമാറ്റൽ നടത്താം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ അത് ആ വിഷയം മനസ്സിലാക്കണമെന്ന് ഓർമ്മ. ഞാൻ പറയട്ടെ, ഞാൻ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ അവിടെ മറുപടി എന്ന നിലക്ക് ചില ആളുകൾ വന്ന് ചില സ്ഥലത്ത് പ്രസംഗിക്കാറുണ്ട്. പച്ചക്കള്ളമാണ് എന്റെ പേരിൽ കെട്ടിപ്പറയാ. അതേ സമയത്ത് വല്ല മൗലവിമാരും ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഏത് വിഷയമാണെങ്കിലും ശരി, ആ വിഷയത്തിൽ എന്നോട് നേരിട്ട് സംവാദം നടത്താൻ മൗലവിമാര് തയ്യാറാവുകയാണ് വേണ്ടത്. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ പേരിൽ പച്ചക്കള്ളം എന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കട്ടുമുറിച്ച് കേസറ്റിറക്കുന്ന ചില മൗലവിമാരുണ്ട്. തോന്നിവാസമാണത്, അനീതിയാണത്, അക്രമമാണത്. ഞാൻ വാഴക്കാട്ട് വെച്ച് വയസ്സുള്ള സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് മൗലവിമാര് കേസറ്റിറക്കിയിട്ടുണ്ട്. അതുപോലെ എന്റെ നാക്കിൽ പിഴയായി വന്നുപോയ വാചകങ്ങൾ എടുത്ത്
എന്നെ പരിഹസിച്ചുകൊണ്ട് ഇറക്കിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. മരണശേഷം ജീവിതമുണ്ട് മൗലവിമാരെ. എല്ലാ സത്യവും അസത്യവും വെളിച്ചത്ത് വരുന്ന ഒരു ലോകമുണ്ട് മൗലവിമാരെ. അന്ന് നിങ്ങളുടെ ഈ തട്ടിപ്പുകളൊന്നും വില പോകുന്ന ദിവസമല്ല. ആ ഒരു ബോധം മൗലവിമാർക്ക് വേണം. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ല, അതാണ് ഞങ്ങളെ സങ്കടം. സങ്കടം നിങ്ങൾ പിഴച്ചതല്ല, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് എത്ര സാധാരണക്കാരന്റെ ഈമാൻ തെറ്റിപ്പോയി. അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് കേട്ടോ. ഞാൻ മൗലവി പച്ചക്കള്ളം പറയുന്നത് കേൾപ്പിക്കാം, കേട്ടോളൂ. ോട്ടുകാരൻ എന്ത് ചെയ്തു എന്നറിയോ? സലഫി അതാ ദുബായിലെ ഈദ്ഗാഹിലെ ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു, എന്ത് തലമറക്കൽ ഇസ്ലാമിന്റെ വേഷമാണ്. എങ്ങനെ തലമറക്കൽ ഇസ്ലാമിന്റെ വേഷമാണ് എന്ന് ദുബായിൽ പ്രസംഗിച്ചു. കേട്ടോളെ, ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു വാചകം ഈ മൗലവി എന്നല്ല. ഇനി ഈ കരുനാഗപ്പള്ളിയിലേക്ക് വല്ല മൗലവിമാരും കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരെയും വെല്ലുവിളിക്കുന്നു. 100 കണക്കിന് കേസറ്റുകൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. എന്റെ പ്രസംഗത്തിൽ മൗലവി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതായി തെളിയിച്ചാൽ, മൗലവി വാക്ക് പറഞ്ഞതുപോലെയല്ല, ഞാൻ തറവാട്ടിൽ ജനിച്ചവനാണ്. ഞാൻ പറയുന്നു കരുനാഗപ്പള്ളിയിൽ കാലുകുത്തുകയില്ല. പാച്ചക്കള്ളം പറഞ്ഞാൽ പോരാ. ഇനി ഞാൻ അടുത്തത് കൽപ്പിക്കട്ടെ. നിങ്ങൾക്ക് കൽപ്പിക്കാൻ പോകുന്നത് എന്താണ്? സഹോദരന്മാരെ, മൗലവി ആയത്ത് പഠിച്ചില്ല, ഹദീസ് പഠിച്ചില്ല, ദീന് പഠിച്ചില്ല, ഫസാദാക്കാൻ നടക്കുകയാണ്. അങ്ങനത്തെ മൗലവിന്റെ പരിപാടി എന്താണെന്നറിയോ? ഷാർജയിൽ റൂമിലൊന്ന് ചെന്ന് നോക്ക്. ഈ പാവപ്പെട്ട എന്റെ കേസറ്റ് കൊണ്ടുപോയി കേട്ട് പഠിക്കലാണ്. എന്തിനെ? മൂപ്പർക്ക് നീട്ടി മണിച്ച് വേദ പറയാൻ ആശയം വേണ്ടേ? അതിന് എന്റെ കേസറ്റ് കൊണ്ടുപോയി റൂമിലിരുന്നിട്ട് ഇങ്ങനെ ഒറ്റക്ക് കേൾക്കും. എന്നിട്ട് പിറ്റത്തെ പ്രസംഗത്തിൽ അതുവെല്ലാം ഇങ്ങനെ കോപ്പിയാക്കും. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മുജാഹിദാശവും വെച്ചു കൊടുക്കും. അതാണ് ഈ മൗലവിന്റെ ഏർപ്പാട്. മൗലവി സ്വന്തം വിവരമുള്ളവനല്ല. അതുകൊണ്ട് തന്നെ മൗലവിക്ക് അറബി വായിക്കുമ്പോൾ തെറ്റിയ എത്രയോ സ്ഥലങ്ങൾ ഞാൻ നാദാപുരത്തുനിന്ന് പിടിച്ചിട്ട് കേൾപ്പിച്ചു. അവസാനം മൗലവി നമ്മളെ പേരിൽ ആരോപണം ഉന്നയിച്ച് ഒരു അറബി വായിക്കാൻ ഒരുങ്ങി. പക്ഷേ മൗലവി വായിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. കടപടോടോടൊന്നും തന്നെ പോയി, കാരണം വായിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ 8 CD കയറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മൗലവി ഒരു വിവരമുള്ള കക്ഷിയല്ല, മറിച്ച് നല്ല പാട്ട് പാടാനുള്ള സൗണ്ടാണ്. സൗണ്ട് കുഴപ്പമില്ല, ഉള്ളതുള്ള പോലെ പറയണല്ലോ. അപ്പോ ഈ മൗലവി ഉണ്ടല്ലോ, ഇയാളിങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തില് നാദാപുരത്ത് വന്നിട്ട് ഹദീസ് ഓതി. ഞാൻ നേരത്തെ ഓതിയ ഹദീസില്ലേ, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഊ അൻതും വലാ ആബാഉകും. ഞാൻ ഏകദേശം ഒരു 30ഓളം കൊല്ലമായി ഈ ഹദീസ് ഓതിയിട്ട് വേദ പറയുന്നുണ്ട്. അതിങ്ങനെ മൗലവി കേട്ട് പഠിച്ചു, പക്ഷേ ശരിക്ക് പഠിച്ചില്ല. നാദാപുരത്ത് വന്നിട്ട് ഈ ഹദീസ് ഓതി, എന്നിട്ട് അതിന്റെ അർത്ഥം മാറ്റി. മൗലവി ഹദീസിന്റെ അർത്ഥം മാറ്റി. അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുമെന്നല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്. അതിന് മൗലവി പറയാണ്, അത് സഹാബികളോടാ നബി പറഞ്ഞത്. അപ്പൊ സഹാബികളുടെ ഉപ്പാപ്പാര് കേൾക്കാത്തത് കൊണ്ടുവരുന്ന. ഞാൻ ചോദിച്ചു, സഹാബികളെ ഉപ്പാപ്പാര അബൂജഹലോ? ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ഉപ്പ അബൂജഹലാണ്. അപ്പോ സഹാബികളെ ഉപ്പാപ്പ കേൾക്കാത്തത് കൊണ്ടുവരുന്നാണോ അതിന്റെ അർത്ഥം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മൗലവി പറയാണ്, അല്ല, അതിന്റെ അബ്ദുല്ലാഹി ഇബ്നു ഉമറാന്ന് വെച്ചൂടെ, ഉമർ ഇബ്നു ഖത്താബ് കേൾക്കാത്തന്ന് വെച്ചൂടെ? അപ്പൊ എന്നാ മൗലവി ഞാനൊന്ന് ചോദിക്കട്ടെ, ആ ഹദീസിന്റെ ആദ്യം എന്താ പറയുന്നത്? യകൂനു ഫീ ആഖിരി സമാനി, ഖിയാമത്ത് നാളിനോട് അടുത്ത കാലത്ത് വരുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി എന്താ പറയുന്നത്? നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പാരും കേൾക്കാത്ത പുതിയ വർത്തമാനം പറയുന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പിന്നെന്താ പറയുന്നത്? ഇയ്യാകും വയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. അവര് നിങ്ങളെ പിഴപ്പിച്ച് കളയരുത്, നിങ്ങൾ അവരെ സൂക്ഷിക്കണമെന്നാണ്. ഇത് സഹാബികളോടാണ് പറഞ്ഞതെങ്കിൽ മൗലവി 1400 കൊല്ലം മുമ്പ് വഫാത്തായി പോയ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് റസൂലുള്ളാഹി പറയാ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ചില ദജ്ജാലിങ്ങൾ വരും കേട്ടോ, അയാൾ നിങ്ങളെ പിഴപ്പിച്ച് കളയരുത് കേട്ടോ എന്ന് 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോകുന്ന സഹാബികളോട് ഖിയാമത്ത് നാളിന്റെ കാലത്ത് വരുന്നവര് നിങ്ങളെ പിഴപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി പറയുമോ മൗലവി? നാദാപുരത്ത് വന്നിട്ട്, പേരോട് നാദാപുരം അടുത്തടുത്ത നാടാണ്. സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന
യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും എന്ന് വായിക്കേണ്ട സ്ഥലത്ത് മൗലവി യഅ്തൂനകും ബി അഹാദീസ എന്ന് വായിച്ചു. ഞാനത് പിടിച്ച് ഞാൻ കേൾപ്പിച്ചപ്പോ മൗലവിക്ക് ഹാലളയില്ലേ. അതിനാണ് ഈ ഫൈം ദിബനലൊക്കെ കേൾപ്പിച്ചത്, എനിക്ക് ബദൽ കിട്ടാന്. പക്ഷേ കുടുങ്ങിയില്ലേ മൗലവി. എന്നാ സഹോദരന്മാരെ, എന്റെ മൗലവി പറയാണ്, അതൊരു നാക്കിൽ പിഴ, അബദ്ധം പറ്റിപ്പോയി, പേരോട് അബദ്ധം പിടികൂടുന്ന ആളാണ് ഞാൻ. അയാൾക്ക് 100 അബദ്ധം കണ്ടിട്ട് വിട്ടതാണ്. പക്ഷെ ഇത് അബദ്ധമല്ല, ഇത് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. അതിന്റെ പുറമെ അതാൽ പഠിക്കാണ്ടോതിയതാണ്. അത് പഠിക്കാഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്കിപ്പം ഞാൻ തെളിയിക്കാൻ പോവാണ്. അതെങ്ങനെയെന്നറിയോ? ഒരു സ്ഥലത്ത് നാക്കിൽപ്പഴ പറ്റിയ എല്ലാ സ്ഥലത്തും പറ്റുമോ? നാക്കിൽപ്പഴ എപ്പോഴും പറ്റുമോ? എന്നാൽ നാദാപുരത്ത് ആ മൗലവി പ്രസംഗിച്ച അതേ വാചകം തന്നെ യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ എന്ന സ്ഥലത്ത് ബി അഹാദീസ എന്ന് ബഹ്റൈനിൽ വെച്ചും പ്രസംഗിച്ച കേസറ്റും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. നാക്കിൽ പിഴയാണെങ്കിൽ ഒരു സ്ഥലത്തല്ലേ പറ്റൂ, എല്ലാ സ്ഥലത്തും പറ്റുമോ? എന്റെ മാന്യ സഹോദരന്മാർ അതൊന്ന് കേൾക്കൂ. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഅ്തൂനകും ബി അഹാദീസ മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഓ സഹാബത്തെ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേട്ടിട്ടില്ലാത്ത ചില വർത്തമാനങ്ങളുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. ഇപ്പൊ പറഞ്ഞു കേട്ടോ നിങ്ങള്, യഅ്തൂനകും ബി അഹാദീസ എന്ന് നാദാപുരത്ത് വായിച്ചതാണ് കേട്ടത്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് പേരോട് എന്നോട് മിനൽ ഹദീസി എന്നുള്ളത് ബി അഹാദീസ എന്നായി പോയി, എനിക്കൊണ്ടൊന്നും കിട്ടാനില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അത് വാക്കിൽ തെറ്റിപ്പോയതാണ് എന്നാ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ കേൾക്കുന്നത് ബഹ്റൈനിൽ നിന്ന് അതിന് മുമ്പ് അയാള് തട്ടവിട്ട് പ്രസംഗിച്ച പ്രസംഗം, അതിലും അംബിയാ ഹദീസ തന്നെയാ പറഞ്ഞത്. നാക്കിൽ പിഴവാണെങ്കിൽ അവിടെ ഉണ്ടാവുക പിഴവ്? എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെ വേക്കുന്ന അത് തട്ടവിട്ട് പ്രസംഗിച്ചതാണ് എവിടെ? ബഹ്റിൽ. അതുകൊണ്ട് പറയുന്നത് അപ്പൊ അത് വാചകം നാക്കിൽ പിഴ പറ്റിയതല്ല, ഹദീസ് പഠിച്ചതിലുള്ള തെറ്റാണ്. എന്റെ കേസറ്റ് കേട്ട് പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിച്ചില്ല, അതുകൊണ്ട് പറ്റിയ അബദ്ധാണ്. ഈ നോക്കി പഠിക്കുന്നതല്ലോ, കേട്ട് പഠിക്കുന്നതല്ലേ, അതുകൊണ്ട് പറ്റിയ അബദ്ധാണത്. എന്നാൽ ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഞാൻ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് നാക്കിൽ പിഴ പിടിക്കുന്ന ആളാണ് പേരോട് എന്ന് പറഞ്ഞിട്ട് മുജാഹിദീങ്ങളെ വശത്താക്കുന്ന വാചകമാണ്. അതൊന്ന് വെച്ചാട്ടെ. സാരല്ല, നാക്കുപഴവാണ്, പക്ഷെ നാക്കുപഴവ് പിടിക്കുന്ന ആളാ ശൈഖുന പേരോട്ടന്ത്രു എന്നെ കൊണ്ട് പറഞ്ഞതാണ്. നാക്കിൽ പിഴ പിടിക്കേണ്ടതുണ്ടോ? അല്ലാത്ത 100,000 പിഴ പിടിക്കാനില്ലേ മൗലവി? ഇപ്പൊ തന്നെ ഞാൻ എത്ര കാണിച്ചു ഇവിടെ. അപ്പൊ എനിക്ക് നിങ്ങളെ നാക്കിപ്പഴ പിടിക്കേണ്ടതുണ്ടോ? എനിക്ക് തേങ്ങ തന്നെ കിട്ടുമ്പോ പിണ്ണാക്ക് വാങ്ങേണ്ടതുണ്ടോ മൗലവി? പക്ഷെ മനസ്സിലാക്കാൻ കഴിയട്ടെ മൗലവിക്ക്. എനിക്ക് എന്നെ സംബന്ധിച്ച് മൂപ്പരെന്താ പറഞ്ഞതെന്നറിയോ? പേരോട് ഒരപേക്ഷ എന്നുള്ള സ്ഥലത്ത് ഒരു പക്ഷേ എന്ന് വായിച്ചു കളഞ്ഞു. എന്നാ സബൂൽ മുഴുക്കാത്താവോ? ഖുർആനായത് മുജാഹിദിന്റെ ബുക്കാണ്. മൗലവിന്റെ ആ തട്ടിപ്പൊന്നും നടക്കൂല. മൗലവിന്റെ ഓരോ കേസറ്റുകളും പരിശോധിച്ചിട്ട് മൗലവിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തിയിട്ടല്ലാതെ അടങ്ങിയിരിക്കൂല. നിങ്ങളെ വിവരക്കേട് വിളമ്പിയിട്ട് മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ അനുവദിക്കൂല. ഞങ്ങളെ ഭൗതികമായ നിങ്ങളെപ്പോലെ പലിശ വാങ്ങുന്ന ഏർപ്പാടല്ല ഇത്. ഇത് ദീനാണ് മൗലവി. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോ സക്കാത്തിന്റെ പൈസ ആൾക്കാരോട് കമ്മിറ്റി ഉണ്ടാക്കി വാങ്ങിയിട്ടേ ബാങ്കിൽ കൊണ്ടുപോയിട്ടിരിക്കാണ്. എന്റെ പലിശ വാങ്ങാണ്. ഇതാ കണ്ടോ, കോഴിക്കോട്ട് ഒരു കൂട്ടർ ഇറക്കിയതാണിത് നോട്ടീസ്. അത് നമ്മൾ പത്രത്തിൽ കൊടുത്തതാ. സക്കാത്ത് ഫണ്ടിൽ പലിശയും നീക്കിവെപ്പും മുജാഹിദ് മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. സിറാജ് ദിനപത്രത്തിലുള്ള റിപ്പോർട്ടാണ്. പക്ഷെ നിഷേധിച്ചോ മൗലവിമാര്? സിറാജ് അല്ലേ എന്ന് പറയണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നത്, സിറാജ് പത്രത്തിന് നിങ്ങളുടെ ഈ ഭാഗത്ത് എഡിഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സിറാജ് പത്രം വായിക്കണം. നിങ്ങൾ സിറാജിന്റെ പ്രചാരകരാകണം, പ്രവർത്തകരാകണം. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിനെല്ലാ മരുന്നും വേണം, എല്ലാ കാര്യങ്ങളും വേണം. അങ്ങനെയാണ്
ദീന് നിലനിർത്താൻ എതിരാളികൾ എന്തുകൊണ്ട് ദീനെ നശിപ്പിക്കുന്നോ അതേ കാര്യം കൊണ്ട് ദീനെ നിലനിർത്തണം. അങ്ങനെയല്ലേ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി, അങ്ങനെയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സാഹിത്യകാരന്മാരായിരുന്നു, അവരെ സാഹിത്യം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ നേരിട്ടത്. ഇതുപോലെ പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെയായി, അതുപോലെ CD കാസറ്റുകളായി, അതുപോലെ ദീനിനെതിരായ പ്രവർത്തനം നടക്കുമ്പോൾ സർവ്വ മേഖലകളിലും സുന്നത്ത് ജമാഅത്തിന്റെ ജനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പ്രവർത്തന രംഗത്തിറങ്ങണം. സിറാജ് ദിനപത്രം എല്ലാവരും വായിക്കണം, പ്രചരിപ്പിക്കണം, എത്തിക്കണമെന്ന് ഞാൻ ഉണർത്തുന്നു. എന്നാലേ ഇതൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഞാനൊന്ന് വായിക്കട്ടെ നിങ്ങൾക്ക് കേട്ടോളെ. ഞാൻ ഇതിന്റെ കോഴിക്കോട്ടെ കണക്കാ. KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഡിസംബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക് കേട്ടോളെ. മുജാഹിദുകൾ സക്കാത്ത് പിരിച്ചെടുക്കണേ. ആരാണ് ഇവരോട് സക്കാത്ത് പിരിക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചു? ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിനോ ഇവരെ സക്കാത്ത് പിരിക്കാൻ? പാളയിൽ വെച്ച് നെടിച്ച് നടക്കാൻ ആര് പറഞ്ഞു നിങ്ങളോട് ഈ സക്കാത്ത് പിരിക്കാൻ? നിങ്ങൾ ഭരണാധികാരികളാ? എനിക്ക് കേട്ടോളെ, കണക്ക് കേട്ടോളെ. സക്കാത്തിന്റെ മുൻ വർഷത്തെ ബാക്കി 41,104. കഴിഞ്ഞ കൊല്ലം കൊടുക്കേണ്ട സക്കാത്ത് ഏൽപ്പിച്ചിട്ട് മുൻ വർഷത്തെ ബാക്കി 41,104. സാധുക്കൊക്കെ കൊടുക്കേണ്ട സക്കാത്ത് മൗലൈമാര് കീശയിലിട്ട് കുത്തിരിക്കല്ലേ? അല്ല, മൗലൈമാര് ബാഗിൽ കൊണ്ടുപോയിട്ടതാ, ഇത് പലിശ വാങ്ങിയതാ. അതാ ഇനി വായിക്കാൻ പോകുന്നത്. സക്കാത്ത് വിൽക്കുക, കുറച്ച് ചെലവാക്കുക, കുറച്ച് ബാങ്കിലിടുക, പലിശ വാങ്ങുക, എന്നിട്ട് ഓരോരുത്തർക്ക് പൈസ കൊടുക്കുക. ഒരു അരമുസ്ലിയാരെ വിലക്ക് വാങ്ങാൻ. ഈ അരമുസ്ലിയാന്മാരുണ്ട്. ഒരു ചങ്ങാതി നമ്മളെ നാട്ടിൽ വന്ന് മുസ്ലിയാരാന്ന് പറഞ്ഞു ഈ ഭാഗത്തുനിന്ന്. ഞാനിപ്പോ അടുത്ത് കൂടിയതാണ്. ഓരോരുത്തരും കിട്ടുന്നുണ്ടാവും നല്ലോണം അല്ലേ? എന്നാൽ എനിക്ക് കേട്ടോളി, മൂന്നാമത്തെ കണക്ക് ബാങ്ക് പലിശ, സക്കാത്തിന്റെ ഇനത്തിലേക്ക് ബാങ്ക് പലിശ 939. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഇസ്ലാം ദീൻ ഇവരെവിടെയാ എത്തിച്ചത്? സക്കാത്തിന്റെ പൈസ ജനങ്ങളോട് റമളാനു ശരീഫിലും മറ്റും പിരിവെടുത്തിട്ട് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് പലിശ വാങ്ങിയിട്ട് അതിന്റെ കണക്ക് പരസ്യമായി കൊടുക്കുന്നതിന് ഒരു മടിയും തോന്നിയില്ലല്ലോ ഈ മൗലൈമാർക്ക്. നിങ്ങൾ നോക്കൂ, ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇനി നിങ്ങളെ കൽപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? സക്കാത്തിന്റെ കണക്കിലുള്ള ചെലവ് കേട്ടോളി. അള്ളാന്റെ ഖുർആൻ 8 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. 8 വിഭാഗത്തിന് കൊടുക്കൽ ഭരണാധികാരികൾ മുഖേന കൊടുക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ വൽആമിനീന അലൈഹ എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവൂല. അതൊക്കെ ഇമാമിങ്ങൾ ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ കണക്കിങ്ങനെ വെക്കുന്നതിൽ നിങ്ങൾ കേട്ടോളൂ. എന്താണ് അടുത്ത കണക്ക്? എന്താണ് സക്കാത്തിന്റെ പൈസന്റെ കണക്ക്? പ്രിന്റിംഗ് ചാർജ് 520. സക്കാത്തിന്റെ പൈസ പ്രിന്റിംഗ് ചാർജ്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ പ്രസ് എന്ന് ഖുർആനിലുണ്ടോ മൗലവി? ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ പ്രസ് അങ്ങനെ ഖുർആനിലുണ്ടോ? അള്ളാന്റെ ദീന് ഈ മൗലവിമാർ നശിപ്പിക്കുന്നത് നോക്ക് നിങ്ങള്. എന്നിട്ട് ഇതും എടുത്തിങ്ങനെ നടക്കുകയല്ലേ? ഇല്ലാത്ത നാടുകളിൽ മുഴുവനും ഈ ഫസാദ് ഉണ്ടാക്കാൻ നടക്കുകയല്ലേ? ഓ ഈമാനുള്ള മുസ്ലിമേ, SSF എന്തിനാണ്, SYS എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ? ഓ SSFന്റെ ചെറുപ്പക്കാരെ, അഭിമാനത്തോടെ പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംഘടിക്കുന്നവരാണ്, നിങ്ങൾ തമ്മിലടിക്കാൻ വേണ്ടി സംഘടിക്കുന്നവരല്ല. നിങ്ങൾ SSF ഉണ്ടാക്കുന്നത്, ഞാൻ SSFന്റെ യൂണിറ്റ് തലം മുതൽക്ക് പ്രവർത്തിച്ചു വന്നൊരു പ്രവർത്തകനാണ്. ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, SSF സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിനാണ്, അതിന്റെ നിലനിൽപ്പിനാണ്. അതുപോലെ SYS അതിന്റെ പ്രവർത്തനത്തിനാണ്. ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം മോമിനീങ്ങളെ. സിറാജുമായി നിങ്ങൾ സഹകരിക്കണം. സുന്നി വോയിസ് വായിക്കണം, റിസാല വായിക്കണം, നിങ്ങൾ സുന്നത്ത് വായിക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കേസറ്റുകൾ കേൾക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്ന് ദീനിന് വേണ്ടി പടപൊരുതണം. അള്ളാഹുവിന്റെ റസൂല് മുമ്പല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീനാണിത്. അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീനാണിത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു സുബഹിക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ അവിടുന്ന് കുത്തുകൊണ്ടില്ലേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയിട്ട് കൊന്നുകളഞ്ഞില്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞു കുത്തി പൊട്ടിച്ച് കരൾ വലിച്ചെടുത്ത് പുറത്തെടുത്ത് ചവച്ചു തുപ്പിയില്ലേ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ദീന് രക്തം കൊടുത്തു പോറ്റിയ ദീനല്ലേ ഇത്? അതേ കയ്യിന്റെ വിരലിന് മുറിവേറ്റപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. വിരലേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഭവിച്ചതല്ലേ, ക്ഷമിച്ചുകൂടെ എന്ന് സമാധാനിപ്പിച്ചില്ലേ? ഇങ്ങനെ ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കഠിനാധ്വാനം ചെയ്തു പൊറ്റിയ ദീൻ പായക്കപ്പലിൽ കയറിയിട്ട് പലപ്പോഴും ഉപ്പുവെള്ളവും കുടിച്ച് തിരമാലകളുമായി മല്ലടിച്ച് കേരളത്തിൽ വന്നിട്ട് മാലിക് ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ഹബീബ്, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാര് പ്രചരിപ്പിച്ച ദീന്, ആ ദീന് ഇഞ്ചിഞ്ചായി മുറിച്ച് ഈ പുത്തൻവാദികളായ മൗലൈമാര് നശിപ്പിച്ച് ഈമാനിൽ നിന്ന് കുഫറിലേക്ക്, അള്ളാന്റെ ദീന് നശിപ്പിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോ അതിന് ചില അരമുസ്ലിയാന്മാര് കിതാബോ അറിയില്ല, മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഉണ്ടായില്ല, വെറും അതാ സമുദായത്തിന്റെ ഭക്ഷണം കഴിച്ചത് മാത്രം നഷ്ടമായി. അങ്ങനെയുള്ള ചില അരമൗലവിമാര് അതേ സ്വന്തം ഉസ്താദുമാരെ തള്ളി, പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാരെയും തള്ളിയിട്ട്, പഠിപ്പിച്ചു കൊടുത്ത കോളേജിനെയും തള്ളിയിട്ട്, അവിടുത്തെ ബിരുദം വേണ്ടെന്ന് വെച്ചിട്ട് ആ പുത്തൻവാദത്തിലേക്ക് നീങ്ങിയിട്ട് പണച്ചാക്ക് കണ്ടിട്ട് ദീന് വിറ്റ് കളയുന്ന അരമൗലൈമാരെ, ഏതെങ്കിലും വിവരമില്ലാതെ എന്തോ ഒരു ദൗർഭാഗ്യത്തിന് ബിരുദത്തിന്റെ പേരും വാങ്ങിയിട്ട് ഞാൻ ബാക്കവിയാണ്, ഞാൻ മന്നാനിയാണ്, ഞാൻ മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് ഈ സമുദായത്തെ നശിപ്പിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അള്ളാന്റെ റസൂലും സഹാബത്തും ജീവൻ കൊടുത്തു പോറ്റിയ ദീൻ അത് നിങ്ങൾ നശിപ്പിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങനെയുള്ള പണച്ചാക്ക് കാണുമ്പോ പിന്നാലെ വരുന്ന 2-3 ആളുകളെ ഏതെങ്കിലും സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇതാ മുസ്ലിംമാര് കൂട്ടത്തോടങ്ങി വരികയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ? അതേ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വിവരം കൊണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വിവരം പറഞ്ഞിരുന്ന ബൽഅമൂൻ ബഊറായിനെ കേട്ടിട്ടില്ലേ? ഖുർആൻ ചരിത്രം പഠിപ്പിച്ചിട്ടില്ലേ? വിവരമില്ലാഞ്ഞിട്ടാണോ? ഫഖ്സുസുൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കൂ നബിയേ ചരിത്രം. അതേ ഏതാണ് ആ കക്ഷി? ബൽഅമൂൻ ബഊറായി ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വലിയ കറാമത്തുണ്ടായ മനുഷ്യനല്ലേ? പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുന്ന ആശയത്തിൽ നിന്ന് ആൾക്കാര് കൊണ്ടുകൊടുത്ത പണം കണ്ടപ്പോ, പൊന്ന് കണ്ടപ്പോ, ആ പൊന്നിന് പിന്നാലെ ഭാര്യയെങ്ങ് ആകർഷ്ടരായപ്പോ ആ ഭാര്യയുടെ ഉപദേശപ്രകാരം മൂസാ നബിക്കെതിരെ പ്രാർത്ഥിച്ചതിനാൽ മസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ യുത്റുഹു യൽഹസ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നായയെ പോലെ ആയിപ്പോയി. വലിയ കറാമത്ത് കണ്ടിരുന്നവനല്ലേ? പക്ഷേ ആ മനുഷ്യൻ ബഹുമാനിക്കേണ്ട മൂസാ നബിയെ ബഹുമാനിക്കാതെ അവൻ പണത്തിന്റെ പിന്നാലെ അങ്ങ് പോയപ്പോ ഖുർആൻ പറഞ്ഞു കൽബിനെ പോലെ നായയെ പോലെ ആയിപ്പോയി. എന്തേ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം? നായയുടെ സ്വഭാവം എന്താണ്? നായ അതിങ്ങനെ നാവ് താഴ്ത്തിയിട്ടിട്ടുണ്ടാകും, അത് എപ്പോഴും അങ്ങനെ തന്നെ നാവ് താഴ്ത്തിയിടും. എന്നാ സഹോദരന്മാരെ പോരാ, നായന്റെ സ്വഭാവം എന്താണ്? നല്ല ഒരു കോഴി നമ്മൾ അറുത്തിട്ട് പൊരിച്ചിട്ട് കൊടുത്താൽ നായ തിന്നും. അതേസമയത്ത് ആക്സിഡന്റ് ആയിട്ട് ഒരു കോഴി ചത്തുപോയി, റോട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിങ്ങനെ ചത്തിട്ട് മണക്കുമ്പോ നായ അതും പോയി തിന്നും. ഇതുപോലെ എന്ത് പണം എവിടുന്ന് കിട്ടിയാലും കയ്യിലാക്കാം എന്ന നിലക്ക് മസലുഹു കമസലിൽ കൽബി, നായയെ പോലെ ആയിപ്പോയി. ആളുകൾ കൊടുക്കേണ്ട സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി പിരിച്ചെടുത്തിട്ട് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ ഒരധികാരവുമില്ലാതെ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് അത് ബാങ്കിൽ കൊണ്ടുപോയി പലിശക്ക് വെച്ചിട്ട് പലിശ വാങ്ങി തിന്നുന്ന മൗലൈമാരെ, പ്രിന്റിംഗ് ചാർജ് കൊടുക്കുന്ന മൗലൈമാരെ, അല്ല പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. മസലുഹു കമസലുൽ കൽബി, ഹഖും ബാത്തിലുമില്ലാത്ത വിഭാഗം, ശരിയും തെറ്റുമില്ലാത്ത വിഭാഗം. അല്ലാഹുവേ, ഇവരെ ശർറിൽ നിന്ന് നീ മുസ്ലിമീങ്ങളെ കാക്കണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ഹിദായത്ത് നീ നിലനിർത്തി തരണം റഹ്മാനേ. മൗലവി പറയാണ്,
ഞങ്ങളെപ്പറ്റി റസൂലുള്ളാഹിനെ ബഹുമാനിക്കാത്തവർ എന്ന് വെറുതെ പറയാണ്. സിയാറത്ത് പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് വെറുതെ പറയാണ്. മൗലവി മുഹമ്മദ് നബിയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നതും തന്മൂലം എന്തെങ്കിലും പുണ്യം കിട്ടുമെന്നുള്ള ധാരണയോടെ അത് സന്ദർശിക്കുന്നതും ശരിയല്ല എന്ന് നിങ്ങളെ മുഖപത്രമായ അൽമനാർ 1981 ഒക്ടോബറിൽ എഴുതിയിട്ടില്ലേ? ഇവിടെ തെക്കൻ ജില്ലകളിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുമ്പോ ഞങ്ങൾ സിയാറത്തിന് അനുകൂലമാണെന്ന് പച്ചക്കള്ളം പറയുകയാണോ? ഞങ്ങളെ കയ്യിൽ ഈ അൽമനാറില്ലേ? ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പുണ്യം കിട്ടാൻ വേണ്ടി പോകരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉണ്ടെന്ന് ഞാൻ തെളിയിക്കും, ഇല്ല എന്ന് മൗലവി തെളിയിക്കുമോ? ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തൽ ഇവർക്കതൊരു ഹരമാണ്. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിന് യാത്ര ചെയ്തുകൊണ്ടപ്പോൾ മൗലവി പറയും, യാത്ര ചെയ്യരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ, സിയാർത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഖബർ ഇങ്ങോട്ട് വന്നാൽ സിയാർത്ത് ചെയ്യാന്നോ? ശരി, റസൂലുള്ളാഹിന്റെ ഖബർ സിയാർത്തിന് വേണ്ടി യാത്ര ചെയ്യരുത്, പിന്നെ ഖബർ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ സിയാർത്ത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്, നല്ല ലൂസ് ഉണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം. മൗലവി ബഹ്റൈനിൽ മുജാഹിദിനെ മാത്രം ഇരുത്തി പ്രസംഗിച്ചതാണ്. ആ പ്രസംഗത്തിൽ മൗലവി പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ. അതിനെപ്പറ്റി മൗലവി പറയുന്നത് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എന്നാൽ അതേ മൗലവി നാദാവെന്ന് പ്രസംഗിക്കുമ്പോ സലാത്ത് ചൊല്ലണമെന്ന് അർത്ഥം വെച്ചത്. കാരണം അത് ബഹ്റൈനിൽ മുജാഹിദിന്റെ സദസ്സാണ്. നാദാവർത്ത് പേരോട് പിടിക്കൂന്ന് ഉറപ്പാട്. അൽമനാറിലും പറഞ്ഞു മുഹമ്മദ് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ സലാത്ത് ചെല്ലുമ്പോ ഒക്കെ മനസ്സിരുത്തേണ്ടത് എന്താണ്? മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതാണ് മുജാഹിദിന്റെ അൽമനാർ 1999 മാർച്ചിൽ എഴുതി വെച്ചത്. മുഹമ്മദ് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ നമ്മൾ സലാത്ത് ചൊല്ലുന്നത്? അല്ല, അല്ല. അല്ലാഹുവിന്റെ റസൂല് ആരാണ്? അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ്. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദം നബിയും മറ്റുള്ള എല്ലാവരും എന്റെ കൊടിക്കീഴിലാണ്. അന അവ്വലു ശാഫിൻ വ അവ്വലു മുശഫ്ഫ, ഞാൻ ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ്, റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്ന നേതാവാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ല, ലാ ഫഖറ വലാ ഫഖറ, ഞാൻ അഭിമാനം പറയുന്നതല്ല, വലാ ഫഖറ, ഇതിനേക്കാൾ വലിയൊരു പവർ അല്ലാഹ് വേറെ കൊടുക്കാനില്ല. അങ്ങനെ അല്ലാഹ് എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പാരത്രിക രക്ഷയ്ക്ക് വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് സലാത്ത്. മൗലൈമാര് പച്ചക്കള്ളം അൽബനാറിൽ പറഞ്ഞുണ്ടാക്കിയത് നബിയെ കൊച്ചാക്കാനല്ലേ. അതേ സമയത്ത് മൗലൈമാരെ കൊണ്ട് പറയിപ്പിച്ചു ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. മൗലവിനെ കൊണ്ട് ഞങ്ങൾ ഏത്തയിടിച്ചു. നാദാപുരത്ത് വന്ന മൗലവി പറയുന്നു നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. അതെ, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ പൊളിച്ചെഴുത്താൻ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നാദാപുരത്ത് പ്രസംഗിച്ചിട്ട് നമ്മളെ മൗലൈമാര് ഇസ്ലാഹി പത്രത്തിൽ എന്നെ പരിഹസിക്കാണ്.
ഇയാള് പറയുന്നത് 25 കൊല്ലമായി ഞാൻ മുജാഹിദിനെ പ്രസംഗിക്കുന്നു. എന്നിട്ട് മുജാഹിദിന് എന്താ സംഭവിച്ചതാ ഞാൻ കാണിക്കാൻ പോകുന്നത്. നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത് എന്ന് എഴുതിയ നിങ്ങളെ കൊണ്ട് നാദാവൃത്തി വെച്ച് പറയിപ്പിച്ചു ശഫാഅത്തിന് വേണ്ടിയാണ്. കേൾക്കട്ടെ, അവിടെ ഒരു കാര്യം, ഒരു മിനിറ്റ് ഒന്നുകൂടി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അയാൾ ആ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് നബിക്ക് ആഖിറത്തിൽ വെച്ച് സമ്മതം കിട്ടും ഒരു ശഫാഅത്ത് ഉണ്ടാവും. ആ ശഫാഅത്ത് കിട്ടാനാണ്. എന്തിനാണെന്നറിയോ? ഇവിടുന്ന് റസൂലുള്ളാഹിക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും അധികാരമില്ല എന്ന് വരുത്തി തീർക്കാനാ. അത് നിങ്ങളെ ഇടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞതാ. വെച്ചോ. കണ്ടോ? ശഫാഅത്ത് കിട്ടണമെങ്കിൽ സലാത്ത് സല്ലു അലൈഹി സല്ലിമു തസ്ലീമാ. മൗലായ മുഴുവനും ചൊല്ലിക്കും നിങ്ങളെ കൊണ്ട്. എന്നാ മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അനുമതി കിട്ടുന്ന പ്രത്യേക ശഫാഅത്താണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. അത് ഞാൻ ആ നാദാവൃത്ത സീഡിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പാരത്രീകൾക്ക് പ്രത്യേകമായ ഒരു ശഫാഅത്തിന്റെ സമയത്ത് സമ്മതം ചോദിക്കുന്നത് അതബിന് വേണ്ടിയുള്ള സമ്മതം ചോദിക്കലാണ്. നേരത്തെ അനുമതി കിട്ടാത്തത് കൊണ്ടല്ല. ഖുർആനിൽ അല്ലാഹു നബിയോട് പറഞ്ഞതല്ലേ, ഓ നബിയേ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓ നബിയേ തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങയുടെ കുടുംബത്തിന് സംഭവിക്കുന്ന ദോഷങ്ങൾക്ക് വേണ്ടി 2 തഫ്സീറും ഇമാം റാസി അതാ ഉദ്ധരിക്കുന്നുണ്ട്. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളെയും ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങളൊന്ന് എന്നോട് ആവശ്യപ്പെടണേ എന്ന്. മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യണം, ശഫാഅത്ത് ചെയ്യണമെന്ന് അല്ലാഹ് തന്നെ പറഞ്ഞതല്ലേ. പിന്നെ അതിന് അനുമതി എനിക്ക് കിട്ടേണ്ടതുണ്ടോ? അല്ലാഹ് കൽപ്പിച്ചതല്ലേ. ഞാനിപ്പോഴതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മൗലവി പറയുന്നു റാത്തീബ് ഓതുന്നവരുടെ ഗതി എന്താണ്? പിന്നെ മൗലവി പറയുന്നത് എന്തൊരു നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് മൗലവിമാര് പറഞ്ഞത് നാറിയ സലാത്ത് എന്നാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, നാദാപുരം സീഡിയിൽ കേൾക്കാം. നാറിയ സലാത്താണ് പോൽ നാരിയത്ത് സലാത്ത്. എന്നിട്ട് മൗലവിമാര് പറയുന്നു, എന്ത് മുഹമ്മദ് നബി ഉണ്ടോ നാരിയത്ത് സലാത്ത് എല്ലാം പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് നബി ഉണ്ടോ സയ്യിദിന എന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നു. ഇന്നാ ലില്ലാഹ്, ഇവരാണോ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവര്? ഓ സഹോദരന്മാരെ, ഖൂമൂ ലിസയ്യിദിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ നിന്ന് സഅദ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ അനുയായികളോട് റസൂലുള്ള പറഞ്ഞില്ലേ, ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളെ സയ്യിദിന് നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൂ. റസൂലുള്ളാഹിന്റെ പിഞ്ചോമന മക്കളെ സംബന്ധിച്ച്, ഫാത്തിമ ബീവിന്റെ സന്താനങ്ങളെ സംബന്ധിച്ച് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഇത് സയ്യിദന്മാരാണെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളെ തന്നെ, റസൂലുള്ളാഹിന്റെ പിഞ്ചോമന മക്കളെ തന്നെ സയ്യിദെന്ന് റസൂലുള്ള വ്യക്തമായി പഠിപ്പിച്ചിട്ട് സയ്യിദം വഹസൂറ എന്ന് യഹ്യാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണെന്ന് ഞാൻ ഓർക്കുന്നു. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്ന മുസ്ലിമീങ്ങള് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ നേതാവ് എന്ന വിശേഷണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയുമ്പോൾ മൗലവിമാർക്ക് അത് പിടിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തിൽ സയ്യിദിനെ കൂട്ടരുത്, അതാ നാശത്തിലേക്കാണ് പോക്ക്, ശൈത്താന്റെ വഴിയുള്ളവരാണത് ചെയ്യുന്നത് എന്നൊക്കെയാണ് മൗലവി
അതാ ബഹ്റൈനിൽ പോയി സലാത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, ദിക്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നതോ ഇയാള് പച്ചക്കള്ളം പറയുകയാണ്. ബഹ്റൈനിലെ കേസറ്റില് എന്താ അയാൾ പറയുന്നതെന്നറിയോ? ഹൂ എന്ന് ദിക്റ് എല്ലാം പാടില്ല. എന്നിട്ട് അയാൾ സ്വന്തത്തിൽ തന്നെ കള്ളം പറയുന്നു. എന്താ അയാൾ പറഞ്ഞതെന്നറിയോ? സുന്നി മുസ്ലിയാമാര് പറയുന്നു ഹൂ എന്ന ദിക്റിന്റെ അർത്ഥം മൗലവിമാർക്ക് മനസ്സിലാവൂല. അതിന് സുന്നി മുസ്ലിയാമാര് തെളിവ് പറഞ്ഞത് എന്താണ്? പറഞ്ഞിട്ടല്ല കേട്ടോ, പച്ചക്കള്ളം പറയാണ് ഇയാള്. കദ്ദാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതാണോ? ഇയാൾ പറയാണ് എന്ന് ഖുർആനിലുണ്ടെന്നാ മുസ്ലിയാമാര് പറയുന്നത്. അവിടുത്തെ ഹൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ഹൂ അല്ല, മുസ്ലിയാമാര് ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഏത് മുസ്ലിയാരാ മൗലവി ആയത്ത് ഹൂ എന്നതിന് തെളിവുദ്ധരിച്ചത്? നിങ്ങളെ കൂടെ നടക്കുന്ന കാശും പലിശയും കണ്ട് കൂടിയ വല്ല മുസ്ലിയാരുമാണോ? അങ്ങനത്തെ കുറച്ച് മുസ്ലിയാമാരെ പേര് നിങ്ങളെ പത്രത്തിൽ ഇപ്പം കാണുന്നുണ്ട്. അവരാണോ അതോദിയത്? അല്ല, ഈ പാവപ്പെട്ട ഞാനാണോ? കാന്തപുരം ഉസ്താദാണോ? ഞങ്ങളെ ആലിമീങ്ങളാണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ CD ഒന്ന് ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കൂ. ഞങ്ങൾ ആരെങ്കിലും തഅ്വീൽ ഹൂ എന്ന ദിക്റിന് തെളിവായതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ മൗലവിമാരെ? പച്ചക്കള്ളം ബഹ്റൈനിൽ പോയിട്ട് ആലിമീങ്ങളെ പേരിൽ വെച്ച് കെട്ടിയിട്ട് ഹൂ എന്ന ദിക്റിനെ എതിർക്കുകയല്ലേ? ഓ മൗലവി, ഇമാം റാസി റളിയല്ലാഹു അൻഹു അല്ലേ അവിടുത്തെ തഫ്സീറിലല്ലേ ഹൂ എന്ന ദിക്റിന്റെ മഹത്വം പേജുകളോളം എഴുതിയത്? ലാ ഇലാഹ ഇല്ലാ ഹൂ, ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന ഹുവ തന്നെയല്ലേ ഹൂ എന്ന ദിക്ർ. ആ ഹൂ എന്നത് ഖുർആനിലില്ലേ? ഹൂ എന്ന ദിക്ർ ഖുർആനിലില്ലേ? അതിന്റെ മഹത്വം ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞിട്ടില്ലേ? ആ ഹൂ എന്ന ദിക്റിനെ പരിഹസിച്ചിട്ട് ഇയാൾ ചോദിക്കുകയാണ് റാത്തീബ് ചൊല്ലുന്നവരുടെ ഗതി എന്താണ്? എന്നിട്ട് ഇയാൾ പറയാണ് റാത്തീബ് ചൊല്ലുന്ന തെറ്റാണ്, സലാത്തിൽ അരിയത്ത് സലാത്തും തെറ്റാണ്. 7 നിലക്ക് സലാത്ത് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ 7 ഏതെങ്കിലും ഒന്നല്ലാതെ ചൊല്ലാൻ പാടില്ല എന്ന് മൗലവിന്റെ വകയില് സ്വന്തം വകയിൽ മതം പറയുന്നു. പുരോഹിതൻ തന്നെ. ആരാണ് മൗലവി? 7 വിധത്തിലല്ലാതെ സലാത്ത് ചൊല്ലാൻ പാടില്ലെന്ന് ഈ ഹുസൈൻ സലഫിയെ പഠിപ്പിച്ച ഗുരുനാഥൻ ആരാണ്? ഇബ്ലീസാണോ? അല്ലാതെ ഏത് പണ്ഡിതനാണ് അങ്ങനെ ഒരു ആശയം ലോകത്ത് ഇന്ന് വരെ പറഞ്ഞത്? 7 വിധത്തിലല്ലാതെ സലാത്ത് ചൊല്ലരുതെന്ന്. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് മാത്രമല്ല, മൗലവിയുടെ വിവരക്കേടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. മൗലവിയെ തോലുരിക്കാൻ പോവുകയാണ്. സലാത്തിന് അരിയത്ത് സലാത്ത് പറ്റൂല അല്ലേ? 7 വിധത്തിലെ സലാത്ത് പറ്റൂല്ലേ? അതാ എന്നാ മൗലവിന്റെ നാവ് കൊണ്ട് 7ാമത്തതല്ലാത്ത 8ാമത്തത് ചൊല്ലിക്കാൻ പോവുകയാണ്. സഹോദരന്മാര് ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ പറയുന്ന വിഷയം നിങ്ങൾ ഗ്രഹിക്കണം. സലാത്തും ദിക്റും മുടക്കാൻ വേണ്ടി നടക്കുന്ന മൗലവിമാര് പച്ചത്തോന്നിവാസം പ്രസംഗിക്കുകയാണ് വിവരമില്ലാത്തവരെ മുന്നിലിരുത്തിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. ഇനി കേട്ടോളൂ ഓരോന്നോരോന്നായി.